ഹായ് ഓൾ, നമുക്കിന്ന് പുതിയൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ടോപ്പിക്കിൽ ആദ്യമായിട്ട് ഈ ഒരു ഫിഗർ നോക്കുക. ഇതിൽ കാണുന്നത് നമ്മൾ വീട്ടിലൊക്കെ കാണുന്ന പോലെ പാല് തിളച്ച് പോകുന്നു. ഇത് നമ്മൾ ചെയ്യാറ് ചിലപ്പോൾ വീട്ടിൽ പാലൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ തിളപ്പിച്ച് വെക്കും. ചോദിച്ചു കഴിഞ്ഞാൽ കേട് വരാതിരിക്കാനാണ് എന്ന് പറയും. അതുപോലെ നമ്മൾ വീട്ടിൽ ഇന്നത്തെ കറികളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഫ്രിഡ്ജിൽ വെക്കും, തണുപ്പിക്കും, നാളെ എടുത്തിട്ട് വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതേപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ കേട് വരും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ തണുപ്പിക്കുകയും അതുപോലെ തന്നെ ഈ ഫ്രിഡ്ജിൽ വെക്കുക, തണുപ്പിക്കുകയും അതേപോലെ ചൂടാക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പം ഇവിടെ അതിൻ്റെ പ്രോപ്പർട്ടിക്ക് മാറ്റം വരുത്തുകയാണ്. അതിൻ്റെ എന്തൊക്കെയോ അതിൻ്റെ ഘടനയ്ക്ക് മാറ്റം വരുന്നത് കൊണ്ടാണ് നമുക്കതിനെ അങ്ങനെ ചെയ്യാൻ കഴിയുന്നത്. അതുപോലെ നമ്മൾ ഈ ഒരു ഫിഗർ നോക്കാം. ഇതിൽ നല്ലോണം ചൂടായി നിൽക്കുന്ന സ്റ്റീല് ഒരു ലിക്വിഡിലേക്ക് ഇറക്കിയിട്ട് പെട്ടെന്ന് തണുപ്പിക്കുകയാണ്. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസിൽ മാറ്റം വരുത്തുകയാണ്. ചൂടാക്കുന്നു, തണുപ്പിക്കുന്നു, ഹീറ്റിംഗ്, അതുപോലെ തന്നെ കൂളിംഗ്. ഇങ്ങനെ ഹീറ്റിംഗ്, കൂളിംഗ് നടത്തി അതിൻ്റെ പ്രോപ്പർട്ടിക്ക് മാറ്റം വരുത്തുന്നതിനെയാണ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്. അപ്പോൾ ഇതിലെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഡിഫൈൻ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് പ്രോസസ്സസ്, എക്സ്പ്ലെയിൻ അനീലിംഗ്, സേ ആൻഡ് എക്സ്പ്ലെയിൻ നോർമലൈസിംഗ്, സേ ആൻഡ് എക്സ്പ്ലെയിൻ ഹാർഡനിങ്, say and explain tempering, say and explain surface hardening methods. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഒബ്ജക്റ്റീവിലേക്ക് കടക്കാം. ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്. എന്താണ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്? ഇവിടെ കാണുന്നുണ്ട് നല്ലോണം ചൂടാക്കിയിട്ടുള്ള ഒരു സ്റ്റീലിൻ്റെ ഒരു ഗിയർ. അതിനെ നേരെ ഒരു സൊല്യൂഷനിൽ, വെള്ളം അല്ലെങ്കിൽ അതുപോലത്തെ എന്തോ ഒരു സൊല്യൂഷനിലേക്ക് ഡയറക്റ്റ് ഇറക്കിയിട്ട് അതിനെ പെട്ടെന്ന് തണുപ്പിക്കുകയാണ്. അപ്പോൾ സ്റ്റീലിൻ്റെ പ്രോപ്പർട്ടി അതിൻ്റെ കോമ്പോസിഷനെയും അതിൻ്റെ സ്ട്രക്ചറിനെയുമാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കോമ്പോസിഷൻ അല്ലെങ്കിൽ സ്ട്രക്ചർ മാറ്റുന്നതിനനുസരിച്ചിട്ട് നമുക്കിതിൻ്റെ പ്രോപ്പർട്ടീസിൽ ഒരു പരിധി വരെ മാറ്റം വരുത്താം. അപ്പം അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് സ്റ്റീലിനെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ വരെ ഹീറ്റ് ചെയ്യും. അതിനുശേഷം അതിനെ ഒരു പ്രത്യേക നിരക്കിൽ തണുക്കാൻ അനുവദിക്കും. അപ്പം ഇതുപോലെ ദ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ദ സ്ട്രക്ചർ ആൻഡ് ദസ് ചേഞ്ചിങ് പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റീൽ ബൈ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഈസ് നോൺ ആസ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്റ്റീൽ. ഹീറ്റ് ചെയ്യുകയും കൂൾ ചെയ്യുകയും ചെയ്യുന്നതിലൂടെ സ്റ്റീലിൻ്റെ പ്രോപ്പർട്ടിക്ക് ചേഞ്ച് വരുത്തുന്നതിനെയാണ് നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത്. ഇനി ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് നടത്തുമ്പോൾ സ്റ്റീലിൻ്റെ സ്ട്രക്ചറിന് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്ന് നോക്കാം. ഇത് ഒരു ലെങ്തി ആയിട്ടുള്ള ടോപ്പിക്കായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, 2-3 തവണയായിട്ട് കംപ്ലീറ്റ് കാണുക. ഒറ്റയടിക്കിരുന്ന് കാണരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാം, ചിലപ്പോൾ ഉറക്കം വരാം. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ 2-3 തവണയായിട്ട് കാണാം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സ്റ്റീലിൻ്റെ സ്ട്രക്ചറിന് സംഭവിക്കുന്നത്. നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ സ്റ്റീലിൻ്റെ സ്ട്രക്ചറിൻ്റെ മാറ്റങ്ങൾ സംഭവിക്കുന്നത് 723 ഡിഗ്രി സെൽഷ്യസ് മുതലാണ്. 723 ഡിഗ്രി സെൽഷ്യസിലേക്ക് സ്റ്റീലിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു പുതിയ സ്ട്രക്ചറായിട്ട് മാറും. ആ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ഓസ്റ്റനൈറ്റ്. 723 ഡിഗ്രി സെൽഷ്യസിലെത്തുമ്പോൾ സ്റ്റീലിൻ്റെ സ്ട്രക്ചറിൽ മാറ്റം വരും. അവിടെ ഉണ്ടാകുന്ന പുതിയ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ഓസ്റ്റനൈറ്റ്. ഈ ഓസ്റ്റനൈറ്റ് എന്ന് പറയുന്നത് നോൺ മാഗ്നറ്റിക് ആണ്. ഇനി ഇങ്ങനെ ചൂടായി നിൽക്കുന്ന സ്റ്റീലിനെ നമ്മൾ സ്ലോ ആയിട്ട് തണുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുമ്പുണ്ടായിരുന്ന ഒരു സ്ട്രക്ചർ റീറ്റെയിൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ അതിന്
പെട്ടെന്ന് ഈസിലി മെഷീനബിൾ ആയിട്ടുള്ള ഫൈൻ ഗ്രെയിൻസോട് കൂടിയിട്ട് നമുക്കതിനെ കിട്ടും. എങ്ങനെ? സ്ലോ ആയിട്ടാണ് ഹീറ്റിനെ കൂൾ ചെയ്യുന്നത്, തണുപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ. ഇനി ഇതേ സ്റ്റീലിനെ തന്നെ നമ്മൾ കൂൾഡ് റാപ്പിഡ്ലി, ഫാസ്റ്റ് ആയിട്ടാണ് നമ്മൾ തണുപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ ഓസ്റ്റനൈറ്റ് എന്ന സ്ട്രക്ചർ നേരെ മാർട്ടൻസൈറ്റ് എന്ന അടുത്ത സ്ട്രക്ചറായിട്ട് മാറും. അതിൻ്റെ പ്രത്യേകതകൾ: ഇറ്റ് ഈസ് ഫൈൻ ഗ്രൈൻഡ്, വെരി ഹാർഡ് ആൻഡ് മാഗ്നറ്റിക്. ആദ്യം കിട്ടിയ ഓസ്റ്റനൈറ്റ് നോൺ മാഗ്നറ്റിക് ആയിരുന്നു. പെട്ടെന്ന് തണുപ്പിച്ചപ്പോൾ കിട്ടിയ മാർട്ടിൻസൈറ്റ് മാഗ്നറ്റിക് ആണ്. അതുപോലെ വെരി ഹാർഡാണ്, ഫൈൻ ഗ്രൈൻഡ് ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എക്സ്ട്രീംലി വെയർ റെസിസ്റ്റൻറ്റ് ആൻഡ് ക്യാൻ കട്ട് അതർ മെറ്റൽസ്. മറ്റ് മെറ്റൽസിനെ കട്ട് ചെയ്യാൻ, അതുപോലെ തന്നെ തേയ്മാനങ്ങളെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും ഈ മാർട്ടിൻസൈറ്റിന്. അപ്പോൾ ഇവിടെ ഒരു ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. അതിൽ കാർബൺ കണ്ടൻറ്റിനെയാണ് നമ്മൾ സ്റ്റീലിൻ്റെ പല രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഇയറിൽ പഠിച്ചപ്പോൾ. അപ്പോൾ കാർബൺ കണ്ടൻറ്റും അതുപോലെ തന്നെ ടെമ്പറേച്ചറും തമ്മിലുള്ള ഒരു ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. ഇനി ഹീറ്റ് ട്രീറ്റ്മെൻറ്റിൽ പറയുന്ന ടെമ്പറേച്ചേഴ്സ്, ക്രിട്ടിക്കൽ ടെമ്പറേച്ചേഴ്സ് പറയുന്നുണ്ട്. അതിലൊന്നാമത്തതാണ് ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, LCT. അതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു സ്റ്റീലിൻ്റെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 723 ഡിഗ്രി സെൽഷ്യസിലാണ് ഓസ്റ്റനൈറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സ്റ്റാർട്ടിംഗ് ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സ്റ്റീലിൻ്റെ സ്ട്രക്ചർ ഓസ്റ്റനൈറ്റ് ആയിട്ട് മാറുന്ന 723 ഡിഗ്രി സെൽഷ്യസിനെയാണ് ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ LCT എന്ന് പറയുന്നത്. അടുത്തത് അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ UCT. ഈ ടേംസ് ഒക്കെ ഒന്ന് ഓർമ്മയിൽ വെക്കുക. നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സ്റ്റീൽ കംപ്ലീറ്റ് ആയിട്ട് ഏത് ടെമ്പറേച്ചറിലാണോ ഓസ്റ്റനൈറ്റ് ആയിട്ട് മാറുന്നത് ആ ടെമ്പറേച്ചറിനെയാണ് UCT, അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇനി ഈ അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ സ്റ്റീലിൻ്റെ കാർബൺ കണ്ടൻറ്റിൻ്റെ പേഴ്സൻറ്റേജിനനുസരിച്ചിട്ട് മാറ്റം വരാം. ഉദാഹരണമായിട്ട് കാർബൺ കണ്ടൻറ്റ് 0.57% മുതൽ 1.15% വരെയാണെങ്കിൽ അവിടുത്തെ ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ 723 ഡിഗ്രി സെൽഷ്യസും അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ 800 ഡിഗ്രി സെൽഷ്യസും ആയിരിക്കും. അതുപോലെ കാർബൺ കണ്ടൻറ്റ് 0.84% ആണെങ്കിൽ ആ സ്റ്റീലിൻ്റെ ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും 723 ഡിഗ്രി സെൽഷ്യസ് തന്നെയായിരിക്കും. ഈ ടൈപ്പ് സ്റ്റീലിനെയാണ് യുടെക്ടോയിഡ് സ്റ്റീൽ എന്ന് പറയുന്നത്. യുടെക്ടോയിഡ് സ്റ്റീൽ. ഇവിടെ ടെമ്പറേച്ചർ LCT UCTയും അതുപോലെ കാർബൺ പേഴ്സൻറ്റേജും തമ്മിലുള്ള ഒരു ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. 723 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ നിങ്ങൾക്കതിൽ കാണാം. അതാണ് ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ കാർബൺ പേഴ്സൻറ്റേജിനനുസരിച്ചിട്ട് മാറുന്നതും കാണാം. അതിൽ 0.84%-ൽ LCTയും UCTയും ഒരു പോയിന്റിൽ തന്നെയാണ് എന്നുള്ളതും അതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഹീറ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ സ്റ്റേജസ് ആണ് പറയുന്നത്. സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ ഹീറ്റിങ്ങും കൂളിങ്ങും ആണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ 3 സ്റ്റേജസ് ആയിട്ടാണ് പറയുന്നത്. ഒന്നാമത്തത് ഹീറ്റിംഗ്, അതിനെ ഹീറ്റ് ചെയ്യുക. രണ്ടാമത്തത് സോക്കിംഗ്. മൂന്നാമത്തത് ക്വെഞ്ചിങ്. പേര് കേട്ട് പേടിക്കണ്ട. സോക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂടാക്കിയ ടെമ്പറേച്ചറിൽ തന്നെ നിർത്തുക. ക്വെഞ്ചിങ് എന്ന് പറഞ്ഞാൽ തണുപ്പിക്കുക. പേര് കുറച്ച് ഡെക്കറേഷൻ ആയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി എന്താണ് സോക്കിംഗ്? നമ്മൾ പറഞ്ഞു സോക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു നമുക്ക് വേണ്ട ടെമ്പറേച്ചറിൽ എത്തിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ 900 ഡിഗ്രി സെൽഷ്യസിലേക്കാണ് ഹീറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. 900 ഡിഗ്രി സെൽഷ്യസിൽ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് സമയം ആ ടെമ്പറേച്ചറിൽ നമ്മൾ അതിനെ ഹോൾഡ് ചെയ്ത് വെക്കും. അതേ ടെമ്പറേച്ചർ തന്നെ കൊടുത്തുകൊണ്ടിരിക്കും.
ഓൺ റീച്ചിങ് റിക്വയർഡ് ടെമ്പറേച്ചർ ഇറ്റ്സ് ഹെൽഡ് ഇൻ ദി ടെമ്പറേച്ചർ ഫോർ എ പീരിയഡ് ഓഫ് ടൈം. അതെന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ നമ്മൾ സ്റ്റീലിൻ്റെ എല്ലാ സ്ഥലത്തേക്കും യൂണിഫോം ആയിട്ട് ഹീറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോക്കിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി സോക്കിംഗ് ടൈം, എത്ര സമയം നമ്മൾ ആ ടെമ്പറേച്ചറിൽ ഹോൾഡ് ചെയ്ത് നിർത്തണം, അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ എടുക്കുന്ന സ്റ്റീലിൻ്റെ ക്രോസ് സെക്ഷനെ, അതുപോലെ സ്റ്റീലിൻ്റെ കെമിക്കൽ കോമ്പോസിഷനെ, അതുപോലെ സ്റ്റീലിൻ്റെ വോളിയം, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഫർണസിൽ ഇതിന് കൊടുക്കുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ വേണ്ടി കൊടുക്കുന്ന ചാർജിൻ്റെ അറേഞ്ച്മെൻറ്റിനൊക്കെ അനുസരിച്ചിട്ട് സോക്കിംഗ് ടൈമിൽ വ്യത്യാസം വരാം. നോർമലായിട്ടുള്ള സോക്കിംഗ് ടൈം എന്ന് പറഞ്ഞത് 10 മില്ലിമീറ്റർ തിക്നെസ് കാർബൺ അല്ലെങ്കിൽ ലോ അലോയ് സ്റ്റീലിൻ്റെ 10 മില്ലിമീറ്റർ തിക്നെസ്സിന് നോർമൽ സോക്കിംഗ് ടൈം 5 മിനിറ്റും, അതുപോലെ ഹൈ അലോയ് സ്റ്റീൽസിൻ്റെ സോക്കിംഗ് ടൈം 10 മില്ലിമീറ്റർ തിക്നെസ്സിന് 10 മിനിറ്റുമാണ്. ഇനി ഹീറ്റിംഗ് ഓഫ് സ്റ്റീൽ, നമ്മൾ ആദ്യം പറഞ്ഞ കേസ് തന്നെ. ഹീറ്റിംഗ് ഓഫ് സ്റ്റീൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് സെലക്ഷൻ ഓഫ് ഫർണസ്, ഏത് ടൈപ്പ് ഫർണസ് ആണ് നമ്മൾ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ദെൻ ഫ്യൂവൽ യൂസ്ഡ് ഫോർ ഹീറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫ്യൂവൽ ഏതാണ്, ടൈം ഇൻ്റർവൽ, എത്ര സമയം കൊണ്ടാണ് ഹീറ്റ് ചെയ്യുന്നത്, ആൻഡ് റെഗുലേഷൻ ഇൻ ബ്രിങ്ങിങ് ദ പാർട്ട് അപ് ടു ദി റിക്വയർഡ് ടെമ്പറേച്ചർ, നമുക്ക് ആവശ്യമുള്ള ടെമ്പറേച്ചറിലേക്ക് എത്താൻ നമ്മൾ എത്രത്തോളം അതിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഹീറ്റിംഗ് ചെയ്യുന്നത്. അതുപോലെ ഹീറ്റിംഗ് റേറ്റ്, എങ്ങനെയാണ് ഹീറ്റ് ചെയ്യുന്നതിൻ്റെ റേറ്റ്, അതുപോലെ ഹീറ്റിംഗ് ടൈം, എത്ര സമയമാണ് ഹീറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്റ്റീലിൻ്റെ കോമ്പോസിഷനെ, അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചർ, ഷേപ്പ്, അതുപോലെ സൈസ്, സ്റ്റീലിൻ്റെ സൈസ്, ഏത് പാർട്ടാണോ നമ്മൾ ഹീറ്റ് ട്രീറ്റ് ചെയ്യേണ്ടത് ആ പാർട്ടിൻ്റെ സൈസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതുപോലെ ഹീറ്റിംഗ് ചെയ്യുന്നതിന് മുമ്പ് പ്രീ ഹീറ്റിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അത് നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് സ്റ്റീലിനെ നമ്മൾ പ്രീ ഹീറ്റഡ്, ഒരു 600 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ അതിന് മുമ്പേ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ ഹീറ്റിംഗ് ആയി, സോക്കിംഗ് ആയി. ഇനി അടുത്തത് ക്വെഞ്ചിങ്. എന്താണ് ക്വെഞ്ചിങ്? ക്വെഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഈ ഹീറ്റ് ചെയ്ത സ്റ്റീലിനെ തണുപ്പിക്കുന്ന പ്രോസസ്സിനെയാണ് ക്വെഞ്ചിങ് എന്ന് പറയുന്നത്. ഈ തണുപ്പിക്കുന്ന പ്രോസസ്സ് എത്ര റേറ്റിലാണ് അല്ലെങ്കിൽ എത്ര പെട്ടെന്നാണ് നമുക്ക് തണുപ്പിക്കേണ്ടത്, അതിനനുസരിച്ച് തണുപ്പിക്കേണ്ട മീഡിയത്തിൽ വ്യത്യാസം വരും. ഓക്കെ, ഡിപ്പെൻഡിങ് ഓൺ ദി സെവിയറിറ്റി ഓഫ് കൂളിംഗ് റിക്വയർഡ് ഡിഫറെൻറ്റ് ക്വെഞ്ചിങ് മീഡിയാസ് ആർ യൂസ്ഡ്. അതിൽ ഒന്നാമത് ഉപയോഗിക്കുന്ന ക്വെഞ്ചിങ് മീഡിയ, തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന മീഡിയയാണ് ബ്രൈൻ സൊല്യൂഷൻ. ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഉപ്പുവെള്ളം, NaCl, സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. അതിൻ്റെ പ്രത്യേകത ഗിവ്സ് ഫാസ്റ്റർ റേറ്റ് ഓഫ് കൂളിംഗ്, വളരെ പെട്ടെന്ന് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ബ്രൈൻ സൊല്യൂഷൻ. പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ക്വെഞ്ചിങ് മീഡിയയാണ് വാട്ടർ, കോമൺലി യൂസ്ഡ് ഫോർ പ്ലെയിൻ കാർബൺ സ്റ്റീൽ. പ്ലെയിൻ കാർബൺ സ്റ്റീൽസിനെ ക്വെഞ്ചിങ്ങിന് വേണ്ടിയിട്ടാണ് വാട്ടർ ഉപയോഗിക്കുന്നത്. അതുപോലെ റേറ്റ് ഓഫ് കൂളിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് ആ വർക്ക് പീസ് നമ്മൾ നല്ല രീതിയിൽ അജിറ്റേറ്റ് ചെയ്യണം. അജിറ്റേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഈ വെള്ളത്തിൽ വെച്ച് ഇളക്കുകയോ അല്ലെങ്കിൽ വെള്ളം നല്ല രീതിയിൽ അതിൻ്റെ മുകളിൽ തട്ടുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുകയോ ചെയ്യണം. പിന്നെ ഉപയോഗിക്കുന്ന ക്വെഞ്ചിങ് മീഡിയയാണ് ഓയിൽ. അതിൻ്റെ പ്രത്യേകതകൾ: ഓയിൽ ഷുഡ് ബി ഓഫ് ലോ വിസ്കോസിറ്റി വളരെ കുറഞ്ഞ ഓയിലായിരിക്കണം. അതുപോലെ can give rapid and uniform cooling with less fuming and reduced fire risks. അത് വളരെ പെട്ടെന്നുള്ള യൂണിഫോം ആയിട്ടുള്ള കൂളിംഗ് കൊടുക്കണം. അതുപോലെ അതിൻ്റെ കൂളിംഗ് കൊടുക്കുന്ന സമയത്ത് പുകയാനോ അല്ലെങ്കിൽ നല്ല ഹീറ്റായിട്ടുള്ള സ്റ്റീലിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ കത്തിപ്പിടിക്കാനോ ഒന്നും പാടില്ല. അങ്ങനത്തെ ഓയിൽ വേണം ഉപയോഗിക്കാൻ. ഇത് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് അലോയ് സ്റ്റീൽസിനെ, പ്ലെയിൻ കാർബൺ സ്റ്റീലിനേക്കാളും സ്ലോവറായിട്ട് കൂളിംഗ് റേറ്റ് വേണ്ടപ്പോഴാണ് നമ്മൾ ഓയിൽസ് ഉപയോഗിക്കുന്നത്. പിന്നെ ഉപയോഗിക്കുന്നത് നമ്മുടെ സാധാരണ എയർ.
കോൾഡ് എയർ യൂസ്ഡ് ഫോർ ഹാർഡനിങ് സം സ്പെഷ്യൽ അലോയ് സ്റ്റീൽ. സ്പെഷ്യൽ ടൈപ്പ് അലോയ് സ്റ്റീൽസിനെ ഹാർഡൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കോൾഡ് എയർ ആണ്, ക്വെഞ്ചിങ് മീഡിയമായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമ്മുടെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്, ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട്. ഇപ്പോൾ അഡ്വാൻറ്റേജസ് നോക്കാം. ഈ ടൈപ്പ് ഹാർഡനിങ്ങിലുള്ള അഡ്വാൻറ്റേജസ് പറയുന്നത്, ഒന്ന്, ഹാർഡനിങ് ഡിവൈസസ് ആർ ബ്രോഡ് ടു ദി വർക്ക് പീസസ്. ഹാർഡനിങ് ഡിവൈസസ് വർക്ക് പീസിൻ്റെ വളരെ അടുത്ത് കൊണ്ടുവരുന്നുണ്ട്. അഡ്വാൻറ്റേജസ് ഫോർ ലാർജ് വർക്ക് പീസസ്. വലിയ പീസുകൾക്കും അഡ്വാൻറ്റേജസ് ഉണ്ട് ഈ ടൈപ്പ് ഹാർഡനിങ്ങിൽ. അതുപോലെ ഷോർട്ട് ഹാർഡനിങ് ടൈമാണ്, ഗ്രേറ്റ് ഡെപ്ത് ഓഫ് ഹാർഡനിങ് ആണ്, സ്മോൾ ഡിസ്റ്റോർഷൻ ആണ്, അതുപോലെ ലോ ഫ്യൂവൽ കൺസംഷൻ ആണ്. ഇത്രയുമാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജുകളായിട്ട് പറയുന്നത്. ഡിസഡ്വാൻറ്റേജുകളായിട്ട് പറയുന്നത്, നോട്ട് സ്യൂട്ടബിൾ ഫോർ സ്മോൾ വർക്ക് പീസസ് ബിക്കോസ് ഓഫ് ദി ഡേഞ്ചർ ഓഫ് ഹാർഡനിങ് ത്രൂ ഔട്ട്. ചെറിയ വർക്ക് പീസുകൾക്ക് സ്യൂട്ടബിൾ അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മൊത്തമായിട്ട് ഹാർഡൻ ചെയ്യപ്പെട്ടേക്കാം. വർക്ക് പീസസ് മസ്റ്റ് ബി സ്ട്രെസ് റിലീവ്ഡ് ബിഫോർ ഹാർഡനിങ്. ഹാർഡനിങ്ങിന് മുമ്പേ വർക്ക് പീസസ് സ്ട്രെസ് റിലീവ് ചെയ്യണം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സുകളാണ്. ഹീറ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രോസസ്സുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതിനു മുമ്പേ നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന കൈക്കോട്ട്, അതുപോലെ വാക്കത്തി, ഇതൊക്കെ ഇടയ്ക്ക് മൂർച്ച കൂട്ടാൻ അതുപോലെ ആലയിൽ കൊണ്ടു കൊടുക്കാറുണ്ട്. അപ്പോൾ അവിടെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. അവർ നല്ല രീതിയിൽ ഇതിനെ ചൂടാക്കും, നല്ലോണം അടിച്ച് പരത്തും, ചിലപ്പോൾ വെള്ളത്തിൽ മുക്കും, ചിലപ്പോൾ വെറുതെ പുറത്ത് ഇങ്ങനെ വെച്ചിട്ടൊക്കെ ചെയ്യുന്നത് കാണാം. ഇതൊക്കെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ കാണാൻ പറ്റുന്ന ഹീറ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. ഇപ്പം നമ്മളിവിടെ പഠിക്കുന്നത് ഇൻഡസ്ട്രി ലെവലിലൊക്കെ ബൾക്കായിട്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് തന്നെയാണ് ചെറിയ രീതിയിലും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ചൂടാക്കുന്നതിലൂടെ അതുപോലെ തണുപ്പിക്കുന്നതിലൂടെ സ്റ്റീലിന് അതിൻ്റെ സ്ട്രക്ചറിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിയും. അപ്പോൾ പല ടൈപ്പ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സുകളുണ്ട്. 4 ടൈപ്പ് പ്രോസസ്സുകളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതിലൊന്ന് ഹാർഡനിങ്, ടെമ്പറിങ്, അനീലിങ് ആൻഡ് നോർമലൈസിങ്. ഇനി എന്തൊക്കെയാണ് ഈ പറഞ്ഞ 4 പ്രോസസ്സുകൾ എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ആദ്യം ഇതിൽ പറഞ്ഞ അനീലിങ്ങും നോർമലൈസിങ്ങും ഈ പറഞ്ഞ 2 ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നത് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഹാർഡനിങ്ങും ടെമ്പറിങ്ങും ഉപയോഗിക്കുന്നത് നോൺ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാനാണ്. അതുപോലെ ഹാർഡനിങ് ടെമ്പറിങ്ങും പരസ്പര പൂരകങ്ങളാണ്. ഒരാൾ ചെയ്താൽ അടുത്ത ആൾ, രണ്ടും കൂടെ സാധാരണ ഒരുമിച്ചാണ് ചെയ്യാറ്. ഇനി ഓരോ പ്രോസസ്സുകളും എന്താണ് നമുക്ക് സ്റ്റീലിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്നുള്ളത് നോക്കാം. ഹാർഡനിങ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങൾ. ഹാർഡനിങ് ചെയ്യുന്നത് ടു ആഡ് കട്ടിങ് എബിലിറ്റി കൂട്ടാൻ ഹാർഡനിങ് ചെയ്യും. കട്ടിങ് എബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കട്ടിങ് ടൂൾസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. സ്റ്റീലിൻ്റെ കട്ടിങ് ടൂൾസിൻ്റെ ഒക്കെ കട്ടിങ് എബിലിറ്റി കൂട്ടാൻ ഹാർഡനിങ് ആണ് ചെയ്യുക. അതുപോലെ ടു ഇൻക്രീസ് വെയർ റെസിസ്റ്റൻസ്, തേയ്മാനം കുറക്കാൻ ചെയ്യുന്നതാണ് ഹാർഡനിങ്. അടുത്തത് ടെമ്പറിങ്, ടു റിമൂവ് എക്സ്ട്രീം ബ്രിട്ടിൽനെസ് കോസ്ഡ് ബൈ ഹാർഡനിങ് ടു ആൻ എക്സ്റ്റെൻറ്റ്. ഹാർഡനിങ് കാരണം കൊണ്ട് സംഭവിക്കുന്ന എക്സ്ട്രീം ബ്രിട്ടിൽനെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ടെമ്പറിങ് ചെയ്യും. അതുപോലെ ടഫ്നെസ്സും ഷോക്ക് റെസിസ്റ്റൻസും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടെമ്പറിങ് ചെയ്യും. പിന്നെ അനീലിങ് ചെയ്യുന്നത് സ്ട്രെസ് സ്ട്രെയിൻ റിലീവ് ചെയ്യാനാണ്. അതുപോലെ സ്ട്രെയിനും ഹാർഡ്നെസ്സും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അനീലിങ് ചെയ്യും. അതുപോലെ മെഷീനബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ അനീലിങ് ചെയ്യും. അതുപോലെ സ്റ്റീലിനെ സോഫ്റ്റൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്റ്റീല് പഞ്ഞി പോലെ സോഫ്റ്റ് ആവുന്നല്ല, സ്റ്റീലിൻ്റെ സ്ട്രക്ചറിനെ സോഫ്റ്റൻ ചെയ്യാൻ നമ്മൾ അനീലിങ് എന്ന പ്രോസസ്സ് ഉപയോഗിക്കും.
അതുപോലെ നോർമലൈസിങ് എന്ന പ്രോസസ്സ് ഉപയോഗിക്കുന്നത് ടു റിഫൈൻ ദി ഗ്രെയിൻ സ്ട്രക്ചർ ഓഫ് ദി സ്റ്റീൽ. സ്റ്റീലിൻ്റെ ഗ്രെയിൻ സ്ട്രക്ചറിനെ റിഫൈൻ ചെയ്യാനാണ് നോർമലൈസിങ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ഈ പറഞ്ഞ 4 പ്രോസസ്സുകൾ ഓരോന്നായിട്ട് എങ്ങനെയൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യം പറഞ്ഞ അനീലിംഗ്. അനീലിങ്ങിൽ ചെയ്യണത് ഒരു സ്യൂട്ടബിൾ ടെമ്പറേച്ചറിലേക്ക് സ്റ്റീലിലെ കാർബൺ കണ്ടൻറ്റിനനുസരിച്ച് ഒരു സ്യൂട്ടബിൾ ടെമ്പറേച്ചർ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ ടെമ്പറേച്ചറിലേക്ക് നമ്മൾ സ്റ്റീലിനെ ഹീറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ആ ടെമ്പറേച്ചറിൽ കുറച്ച് നേരം നമ്മളതിനെ അതേ ടെമ്പറേച്ചറിൽ നിർത്തും, അതായത് സോക്കിംഗ്. അതിനുശേഷം സ്ലോലി കൂൾഡ് ടു റൂം ടെമ്പറേച്ചറിലേക്ക് സാവധാനം കൂൾ ചെയ്യും. സാവധാനം കൂൾ ചെയ്യുന്നതാണ്, റാപ്പിഡ് കൂളിംഗ് അല്ല. ഇതുകൊണ്ട് ഉണ്ടാവുന്നത് അതിലുള്ള ഗ്രെയിൻസ് ലാർജായി മാറും, അതുപോലെ സോഫ്റ്റ്നെസ്സും ഡക്റ്റിലിറ്റിയും കൂടും. അനീലിംഗ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണത്. ഇവിടെ ഗ്രാഫിൽ കാണിച്ചിട്ടുണ്ട് കാർബൺ കണ്ടൻറ്റിൻ്റെ പെർസെൻറ്റേജിനനുസരിച്ചിട്ട് അനീൽ ചെയ്യുന്ന ടെമ്പറേച്ചറിലെ മാറ്റം അതിൽ കാണിച്ചിട്ടുണ്ട്. ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ, ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അനീലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ഇറ്റിക്ടോയിഡ് സ്റ്റീൽ എന്ന് പറഞ്ഞിരുന്നു. ഒരേ ടെമ്പറേച്ചർ, ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും അതുപോലെ അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും വരുന്നത്. ഇതിലെ ഹൈപ്പോ ഇറ്റിക്ടോയിഡ് സ്റ്റീലിനെ ഹീറ്റ് ചെയ്യുന്നത് അതിൻ്റെ അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലേക്കാളും 30 ഡിഗ്രിയോ അല്ലെങ്കിൽ 50 ഡിഗ്രിയോ കൂടുതൽ ടെമ്പറേച്ചറിലേക്കാണ് അതിനെ ഹീറ്റ് ചെയ്യുക. അതെന്ന് പറയുന്നത് ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാളും 50 ഡിഗ്രി സെൽഷ്യസ് കൂടുതലായിരിക്കും. ഇറ്റിക്ടോയിഡ് സ്റ്റീലല്ല, ഹൈപ്പോ ഇറ്റിക്ടോയിഡ് സ്റ്റീൽ. ഇവിടെ ഹൈപ്പോ ഇറ്റിക്ടോയിഡ് സ്റ്റീലിൻ്റെ കേസ് മാത്രമാണ് പറഞ്ഞത്. അതുപോലെ അനീലിംഗ് ചെയ്യുമ്പോഴുള്ള സോക്കിംഗ് ടൈം എന്ന് പറഞ്ഞത് കാർബൺ സ്റ്റീലിന് 10 mm തിക്നെസ്സിന് 5 മിനിറ്റ് എന്നുള്ള രീതിയിലാണ് സോക്കിംഗ് ടൈം കൊടുക്കുന്നത്. അപ്പോൾ 20 mm തിക്നെസ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സോക്കിംഗ് ടൈമിൽ മാറ്റം വരും. അതുപോലെ കൂളിംഗ് റേറ്റ് എന്ന് പറഞ്ഞത് 100 ഡിഗ്രി സെൽഷ്യസ് ടു 150 ഡിഗ്രി സെൽഷ്യസ് പെർ അവർ. അങ്ങനെ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ 1000 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഹീറ്റ് ചെയ്തതെന്ന് വിചാരിക്കുക, അതാണ് ടെമ്പറേച്ചർ എന്നുണ്ടെങ്കിൽ കൂളിംഗ് റേറ്റ് 100 ടു 150 ഡിഗ്രി സെൽഷ്യസ് പെർ അവർ. അതായത് തണുപ്പിക്കുന്നത് 1 മണിക്കൂർ കഴിയുമ്പോൾ 1000 എന്നുള്ളത് 900 അല്ലെങ്കിൽ 850 ആയിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. 100 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 150 ഡിഗ്രി സെൽഷ്യസ് മാത്രമേ 1 മണിക്കൂറിൽ കുറയൂ. ഇനി ഇതിലെ കൂളിംഗ് നടത്തുന്നത് നമ്മൾ കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഫർണസ് ഓഫാക്കി വെക്കുക. ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ ഹീറ്റ് ഇല്ല, അതുകൊണ്ട് സാവധാനം തണുത്ത് വരും. അല്ലെങ്കിൽ അതിനെ മണലോ അല്ലെങ്കിൽ ഡ്രൈ ലൈമോ അല്ലെങ്കിൽ ഡ്രൈ ആഷോ ഉപയോഗിച്ച് കവർ ചെയ്തിട്ടാണ് ഇവിടെ കൂളിംഗ് നടത്തുന്നത്. ഇനി അനീലിങ്ങിൻ്റെ പർപ്പസുകളാണ് ടു ഒബ്റ്റെയിൻ സോഫ്റ്റ്നെസ് ലഭിക്കാൻ വേണ്ടിയിട്ട്, ടു ഇംപ്രൂവ് മെഷീനബിലിറ്റി കൂട്ടാൻ, അതുപോലെ ഡക്റ്റിലിറ്റി കൂട്ടാൻ, ഇൻറ്റേർണൽ സ്ട്രെസ്സസ് കുറക്കാൻ, ടു റെഡ്യൂസ് ഓർ എലിമിനേറ്റ് സ്ട്രക്ചറൽ ഇൻഹോമോജിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ഒരു സ്ഥലത്ത് ഒരു കോമ്പിനേഷൻ, അപ്പുറത്ത് വേറൊരു രീതിയിൽ, അങ്ങനെയുള്ള ഒരു വ്യത്യസ്ത രീതിയിലുള്ളത് മാറ്റി ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ട് ആണ് അനീലിംഗ് ചെയ്യുന്നത്. അതുപോലെ ടു റിഫൈൻ ഗ്രെയിൻ സൈസ് റിഫൈൻ ചെയ്യാൻ മറ്റുള്ള ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സുകൾ, ഒരുപാട് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് ഇതിന് ശേഷം വരുന്നുണ്ട്, അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഇതൊക്കെയാണ് അനീലിങ്ങിൻ്റെ പർപ്പസുകൾ. ഇനി അനീലിംഗ് ടെമ്പറേച്ചറുകൾ കാർബൺ കണ്ടൻറ്റിൻ്റെ എത്രയാണോ കാർബൺ കണ്ടൻറ്റ് പെർസെൻറ്റേജ് അതിനനുസരിച്ചിട്ട് അനീലിംഗ് ടെമ്പറേച്ചറിൽ മാറ്റം വരാം. അതെങ്ങനെയാണെന്നുള്ളത് ഈ ടേബിളിൽ നോക്കിയാൽ മനസ്സിലാവും. കാർബൺ കണ്ടൻറ്റ് 0.12% താഴെയാണെങ്കിൽ അനീലിംഗ് ടെമ്പറേച്ചർ 875 മുതൽ 925 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. കാർബൺ കണ്ടൻറ്റ് 0.12 മുതൽ 0.25 വരെയാണെങ്കിൽ 840 മുതൽ 970 വരെ,
0.25 ടു 0.5 ആണെങ്കിൽ 815 മുതൽ 840 വരെ, 0.5 മുതൽ 0.9 വരെയാണെങ്കിൽ 780 മുതൽ 810 വരെ, 0.9 മുതൽ 1.3% വരെയാണ് കാർബൺ കണ്ടന്റ് എങ്കിൽ അനീലിംഗ് ടെമ്പറേച്ചർ വരുന്നത് 760 ഡിഗ്രി സെൽഷ്യസ് മുതൽ 780 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അപ്പോൾ ഇത്രയുമാണ് അനീലിംഗിലുള്ളത്. ഇനി അടുത്ത പ്രോസസ്സ് നോക്കാം, നോർമലൈസിങ്. നോർമലൈസിങ് ചെയ്യുന്നത് സ്ട്രക്ചറിൻ്റെ യൂണിഫോമിറ്റിക്ക് വേണ്ടിയിട്ട് ഫൈൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യാനാണ് നോർമലൈസിങ് ഉപയോഗിക്കുന്നത്. നോർമലൈസിങ് ചെയ്യുന്നതിലൂടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഇംപ്രൂവ് ചെയ്യും. ഇനി എങ്ങനെയാണ് നോർമലൈസിങ് പ്രോസസ്സ് നോക്കാം. ഇത് നോർമലൈസിങ് പ്രോസസ്സിൽ നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചർ, നേരത്തെ അതേ ടെമ്പറേച്ചർ, അനീലിൻ്റെ അതേ ഗ്രാഫ് തന്നെയാണിത്. പ്രോസസ്സിൽ വരുന്നത് ഹീറ്റഡ് ടു സൂട്ടബിൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡിങ് അപ്പോൺ കാർബൺ കണ്ടന്റ്. കാർബൺ കണ്ടന്റിനനുസരിച്ചിട്ട് ഒരു ടെമ്പറേച്ചർ സെലക്ട് ചെയ്ത് നമ്മൾ അതിലേക്ക് ഹീറ്റ് ചെയ്യും. ദെൻ ഹെൽഡ് അറ്റ് ദാറ്റ് ടെമ്പറേച്ചർ, ആ ടെമ്പറേച്ചറിൽ തന്നെ ഹോൾഡ് ചെയ്യും, അതായത് സോക്കിംഗ്. ദെൻ കൂൾഡ് ഇൻ ദി എയർ, കൂൾഡ് ഫ്രീലി ഇൻ ദി എയർ, എയറിൽ വെച്ചിട്ട് ഫ്രീ ആയിട്ട് തണുപ്പിക്കും. ഈ പ്രോസസ്സ് സാധാരണയായിട്ട് ചെയ്യുക മെഷീനിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഹാർഡനിങ്ങിനും മുമ്പാണ് സാധാരണയായി നോർമലൈസിങ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യാറ്. ക്ലിയർ അല്ലേ? ഇനി നോർമലൈസിങ്ങിലെ കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കാം. സ്റ്റീല് അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാളും 30-40 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ അധികം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഹീറ്റ് ചെയ്യും. ആ സമയത്ത് അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാളും മുകളിലായതുകൊണ്ട് തന്നെ അവിടെ ഓസ്റ്റനൈറ്റ് മാത്രമേ പ്രസൻ്റ് ആയിരിക്കുള്ളൂ. കാരണം ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആകുമ്പോൾ തന്നെ ഓസ്റ്റനൈറ്റ് ആയി തുടങ്ങും. അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ കംപ്ലീറ്റ് ആയിട്ട് ഓസ്റ്റനൈറ്റ് ആവും. ഇപ്പോൾ ഹൈ കാർബൺ സ്റ്റീലിൽ വരെ ഈ ടെമ്പറേച്ചറിൽ ഓസ്റ്റനൈറ്റ് മാത്രമായിരിക്കും പ്രസൻ്റ് ആയിരിക്കുക. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഫൈനൽ പ്രോപ്പർട്ടീസിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇത്. അപ്പോൾ ഓസ്റ്റനൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ യൂണിഫോമിറ്റി യൂണിഫോമിറ്റി ഉറപ്പുവരുത്തുന്നത് ഓസ്റ്റനൈറ്റ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ വെച്ചിട്ടാണ്. ഇനി ഇങ്ങനെ ഹീറ്റ് ചെയ്ത പീസ്, നോർമലൈസിങ്ങിന് വേണ്ടി ഹീറ്റ് ചെയ്ത പീസുകൾ ഒരിക്കലും നനഞ്ഞ പ്രതലത്തിലോ അതുപോലെ നനഞ്ഞ ഒരു ഈർപ്പമുള്ള എയറുള്ള സ്ഥലത്തോ ഒന്നും വെക്കരുത്. കാരണം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഹാർഡ്നെസ് കൂടാൻ സാധ്യതയുണ്ട്, ഹാർഡ്നെസ്സിനെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോർമലൈസിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്ത രണ്ട് പ്രോസസ്സ് ഉണ്ട്, ഹാർഡനിങ്ങും അതുപോലെ തന്നെ ടെമ്പറിങ്ങും. ഈ രണ്ട് പ്രോസസ്സ് രണ്ടും ഒരുമിച്ചാണ് ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് മുമ്പേ ഹാർഡനിങ് ആൻഡ് ടെമ്പറിങ് രണ്ടിനും കൂടെ കോമൺ ആയ കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്ന്, നമ്മൾ സ്റ്റീലിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഹൈ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓസ്റ്റനൈറ്റ് ആയിട്ട് മാറും. ഈ ഓസ്റ്റനൈറ്റ് സ്ലോ ആയിട്ട് തണുപ്പിച്ച് കഴിഞ്ഞാൽ അതിലെ അയൺ ആറ്റംസിൻ്റെ അറേഞ്ച്മെൻറ്റിൽ വരുന്ന മാറ്റം ഒരു സൊല്യൂഷൻ, ഒരു സോളിഡ് സൊല്യൂഷൻ പ്രൊഡ്യൂസ് ചെയ്യും. ആ സൊല്യൂഷൻ്റെ പേരാണ് ഫെറൈറ്റ് എന്ന് പറഞ്ഞത്. എപ്പോൾ? സ്ലോ ആയിട്ട് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ. ഈ പറഞ്ഞ സോളിഡ് സൊല്യൂഷനിലെ കണ്ടന്റ് 0.006% കാർബൺ ആയിരിക്കും. ഇനി ഇതിലുണ്ടാവുന്ന എക്സസ് കാർബണ് ആ സൊല്യൂഷനിൽ നിന്ന് താനെ ഒഴിവായി പോവും. അങ്ങനെ അവിടെ ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ സിമൻറ്റേറ്റ് എന്ന് പറയുക. ഈ സിമൻറ്റേറ്റ് ഫെറൈറ്റുമായി കൂടിച്ചേർന്നിട്ട് ഒരു ലാമിനേറ്റഡ് സ്ട്രക്ചർ ഉണ്ടാവും. അതിനെ പറയുന്ന പേരാണ് പിയർലൈറ്റ്. അപ്പോൾ ആദ്യം ഹീറ്റ് ചെയ്ത് ഓസ്റ്റനൈറ്റ് സ്ലോ ആയിട്ട് കൂൾ ചെയ്തപ്പോൾ ഫെറൈറ്റായി മാറി. ഈ ഫെറൈറ്റ്
അതിലുള്ള കാർബൺ കണ്ടൻ്റൊക്കെ ലീവ് ചെയ്തതിന് ശേഷം സിമെൻറ്റൈറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റായി മാറി. ഈ സിമെൻറ്റൈറ്റ് ഫെറൈറ്റുമായി കൂടി ചേർന്നിട്ട് പിയർലൈറ്റ് എന്ന ഒരു ലാമിനേറ്റഡ് സ്ട്രക്ചറായി മാറി. ഇത്രയുമാണ് ഈ രണ്ട് പ്രോസസ്സിന് കോമൺ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ. ഇനി ഇതിൽ നമ്മൾ ഒന്നാമത്തെ പ്രോസസ്സ് ഹാർഡനിങ്ങിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹാർഡനിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റീല് വളരെ പെട്ടെന്ന് തണുപ്പിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്വെഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന അധികം വരുന്ന കാർബണ് അതിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ആ സൊല്യൂഷനിൽ നിന്ന് പോവാനുള്ള സമയം കിട്ടൂല. ഈ സമയം കിട്ടാത്തത് കാരണം കൊണ്ട് തന്നെ ഇതിൻ്റെ സ്ട്രക്ചറിൽ ഇൻറ്റേർണൽ ഡിസ്റ്റോർഷൻസ് ഉണ്ടാവും. ഈ ഇൻറ്റേർണൽ ഡിസ്റ്റോർഷൻസ് ആണ് ഹാർഡ്നെസ് കൂടാൻ കാരണമായിട്ടുള്ളത്. ദിസ് ഈസ് ദി കോസ് ഓഫ് ഇൻക്രീസ് ഇൻ ദി ഹാർഡ്നെസ് ഓഫ് സ്റ്റീൽ. സ്റ്റീലിൻ്റെ ഹാർഡ്നെസ് കൂടാൻ കാരണമായിട്ടുള്ളത് ഈ ഡിസ്റ്റോർഷൻസ് ആണ്. വിത്ത് കറസ്പോണ്ടിങ് റിഡക്ഷൻ ഇൻ സ്ട്രെങ്ത് ആൻഡ് ഡക്റ്റിലിറ്റി. ഇവിടെ ഹാർഡ്നെസ് ഇൻക്രീസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്ട്രെങ്ത്തും ഡക്റ്റിലിറ്റിയും കുറയുന്നുണ്ട്. ഇനി ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഈ പറയുന്ന കാര്യങ്ങളോട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഒന്നാമത്തത് സ്റ്റീലിൻ്റെ കേസ്. ആദ്യം പറയുന്നത് കാർബൺ കണ്ടന്റ് ഓഫ് ദ സ്റ്റീലിലുള്ള കാർബൺ കണ്ടന്റ്. രണ്ടാമത്തത് ദ ടെമ്പറേച്ചർ ടു വിച്ച് ഇറ്റ് ഈസ് ഹീറ്റഡ്. ഏത് ടെമ്പറേച്ചർ വരെയാണ് നമ്മളത് ഹീറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ ഡ്യൂറേഷൻ ഓഫ് ഹീറ്റിംഗ്. എത്ര സമയമാണ് നമ്മളത് ഹീറ്റ് ചെയ്തിട്ടുള്ളത്. ടെമ്പറേച്ചർ ഓഫ് ദ സ്റ്റീൽ അറ്റ് ദി സ്റ്റാർട്ട് ഓഫ് ക്വെഞ്ചിങ്. തണുപ്പിച്ച് തുടങ്ങുന്ന സമയത്ത് എത്രയാണോ ആ സ്റ്റീലിൻ്റെ ടെമ്പറേച്ചർ അത്. ദെൻ ദ കൂളിംഗ് റേറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ക്വെഞ്ചിങ് കാരണം കൊണ്ട് എത്രയാണോ അവിടുത്തെ കൂളിംഗ് റേറ്റ് ഉണ്ടാവുന്നത്. ഇതിനൊക്കെയാണ് ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്. ഇനി കാർബൺ കണ്ടന്റ്. സ്റ്റീലിൽ കാർബൺ കണ്ടന്റ് കൂടുന്നതിനനുസരിച്ചിട്ട് സ്റ്റീലിൻ്റെ ഹാർഡ്നെസ് ഇൻക്രീസ് ചെയ്യും. പക്ഷേ 0.15% കുറവാണ് കാർബൺ കണ്ടന്റ് എന്നുണ്ടെങ്കിൽ ഇത് ആ സ്റ്റീൽസ് ഹാർഡനിങ്ങിൽ റെസ്പോണ്ട് ചെയ്യില്ല. ഇപ്പോൾ ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാർബൺ കണ്ടന്റ് ആൻഡ് ഹാർഡ്നെസ്. കാർബൺ കണ്ടന്റും ഹാർഡ്നെസ്സും തമ്മിലുള്ളൊരു ഗ്രാഫാണ് കാണിച്ചിട്ടുള്ളത്. ബിഫോർ ഹാർഡനിങ് ഒരു ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്, അതുപോലെ ആഫ്റ്റർ ഹാർഡനിങ്ങിൽ ഹാർഡ്നെസ് വളരെ കാർബൺ കണ്ടന്റ് കൂടുന്നതിനനുസരിച്ച് ഹാർഡ്നെസ്സിന് വലിയൊരു ഇൻക്രീസ് വരുന്നതായിട്ട് കാണാം. പക്ഷേ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് എൻഡിൽ താഴെയുള്ള ഹാർഡനിങ്ങിന് മുമ്പുള്ളതിൽ നമ്മുടെ വൈ ആക്സിൽ തട്ടിയിട്ടാണ് നിന്നിരുന്നത്. എന്നാൽ ഹാർഡനിങ്ങിന് ശേഷം അത് കാണുന്നില്ല. അതിന് കാരണം 0.15% താഴെയാണ് കാർബൺ കണ്ടന്റ് എന്നുണ്ടെങ്കിൽ ഹാർഡനിങ്ങിൽ പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും വരുന്നില്ല. ക്ലിയർ അല്ലേ? ഇനി ഹാർഡനിങ് പ്രോസസ്സ് നോക്കാം. ഹാർഡനിങ് പ്രോസസ്സിൽ നമുക്ക് എത്രയാണോ കാർബൺ കണ്ടന്റ് വേണ്ടത് അത്രയും നമ്മൾ ഈ സോളിഡ് സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യണം. ഇനി കാർബൺ കണ്ടന്റ് 0.83%-നേക്കാൾ കുറവാണെങ്കിൽ, സ്റ്റീലിലെ കാർബൺ കണ്ടന്റ് 0.83%-നേക്കാൾ കുറവാണെങ്കിൽ അതിൻ്റെ അപ്പർ ക്രിട്ടിക്കൽ പോയിന്റിനേക്കാളും കുറച്ച് അധികമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഹീറ്റ് ചെയ്യണം. അതുപോലെ കാർബൺ കണ്ടന്റ് 0.83%-നേക്കാൾ കൂടുതലാണെങ്കിൽ 0.83%-നേക്കാൾ കൂടുതലാണെങ്കിൽ ലോവർ ക്രിട്ടിക്കൽ പോയിന്റിനേക്കാളും കുറച്ച് മുകളിലായിരിക്കണം നമ്മൾ ഹീറ്റ് ചെയ്യേണ്ടത്. ലെസ് ദാൻ 0.83 ആണെങ്കിൽ UCT, ഗ്രേറ്റർ ദാൻ 0.83 ആണെങ്കിൽ LCT. അതും ഇവിടെ ഗ്രാഫിൽ കാണിച്ചിട്ടുണ്ട്. ഹാർഡനിങ് ഓഫ് പ്ലെയിൻ കാർബൺ സ്റ്റീൽ, അതുപോലെ ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ. ഇനി ഹാർഡനിങ്ങിൽ ഹീറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. അടുത്തത് സോക്കിംഗ് ടൈമാണ്. എത്ര സമയം നമ്മൾ ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. 10 മില്ലിമീറ്റർ തിക്നെസ് ആണെങ്കിൽ 5 മിനിറ്റ് വരെ നമ്മൾ ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി എങ്ങനെയാണ് കൂളിംഗ്?
ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള അനുയോജ്യമായ ഒരു ക്വഞ്ചിങ് മീഡിയത്തിൽ വെച്ചിട്ട് ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റിലാണ് നമ്മളത് കൂൾ ചെയ്യുന്നത്. ഈ ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ കോമ്പോസിഷൻ, സ്റ്റീലിൻ്റെ കോമ്പോസിഷൻ അനുസരിച്ചിട്ട് ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റിൽ മാറ്റം വരും. ഇനി കൂളിംഗ് കഴിയുന്നതോട് കൂടിയിട്ട് ഇതിലുള്ള എല്ലാ ഓസ്റ്റനേറ്റും നീഡിൽ ലൈക്ക് സ്ട്രക്ചർ, നമ്മുടെ സൂചി പോലുള്ള ഒരു സ്ട്രക്ചറായിട്ട് മാറും. ആ സ്ട്രക്ചറാണ് മാർട്ടിൻ സൈറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത വെരി ഹാർഡ് ആൻഡ് സ്ട്രോങ് ആയിരിക്കും, ബട്ട് വെരി ബ്രിട്ടിലായിരിക്കും. ഹാർഡായിരിക്കും, സ്ട്രോങ് ആയിരിക്കും, പക്ഷേ ബ്രിട്ടിലായിരിക്കും. ഇനി ക്വെഞ്ചിങ് മീഡിയം. ക്വെഞ്ചിങ് മീഡിയമാണ് റേറ്റ് ഓഫ് കൂളിംഗ്, ഏത് നിരക്കിലാണ് അത് തണുപ്പിച്ച് കൊണ്ടുവരേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ക്വെഞ്ചിങ് മീഡിയമാണ്. അപ്പോൾ നമുക്ക് റാപ്പിഡ് ക്വെഞ്ചിങ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ സോൾട്ട് അല്ലെങ്കിൽ കോസ്റ്റിക് സോഡ, വെള്ളത്തിൽ സോൾട്ട് അല്ലെങ്കിൽ കോസ്റ്റിക് സോഡ കലക്കിയ സൊല്യൂഷനാണ് ഉപയോഗിക്കുക. അതുപോലെ വെരി സ്ലോ ക്വെഞ്ചിങ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റ് ഓഫ് എയർ ഇങ്ങനെ സാധാരണ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് എയർ ഇങ്ങനെ ചെറുതായിട്ട് അടിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ ഇൻ്റർമീഡിയറ്റ് കൂളിംഗ് ആണെങ്കിൽ ഉപയോഗിക്കുന്നത് ഓയിലാണ്. സാധാരണ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ക്വെഞ്ചിങ് മീഡിയം വാട്ടറും ഓയിലുമാണ്. അതുപോലെ എയർ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ചില സ്പെഷ്യൽ അലോയ് സ്റ്റീൽസിനാണ് എയർ ക്വെഞ്ചിങ് മീഡിയമായിട്ട് ഉപയോഗിക്കുക. ഇനി നമ്മുടെ ഹാർഡനിങ് പ്രോസസ്സ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ പറഞ്ഞ മാർട്ടിൻ സൈറ്റ്, നമുക്ക് മാർട്ടിൻ സൈറ്റ് എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചറാണ് കിട്ടുക എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ നമ്മൾ മൈക്രോസ്കോപ്പിലൊക്കെ വെച്ച് കാണുന്ന പോലത്തെ ഒരു സ്ട്രക്ചറാണ് ഈ ഫിഗറിൽ കാണുന്നത്. മാർട്ടിൻ സൈറ്റിൻ്റെ മൈക്രോ സ്ട്രക്ചർ. അപ്പോൾ ഹാർഡനിങ് കഴിഞ്ഞു. ഇനി ഹാർഡനിങ് കഴിഞ്ഞാൽ അടുത്തത് ടെമ്പറിങ് ആണ്. ഹാർഡനിങ് കഴിഞ്ഞത് അടുത്തത് ടെമ്പറിങ്. ഇനി ആഫ്റ്റർ ഹാർഡനിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് സ്റ്റീലിനെ വേറെ ഒരു സൂട്ടബിൾ ടെമ്പറേച്ചർ, ലോവർ ക്രിട്ടിക്കൽ പോയിന്റിനേക്കാളും കുറവായിട്ടുള്ള ഒരു ടെമ്പറേച്ചറിലേക്ക് സ്റ്റീലിനെ നമ്മൾ റീഹീറ്റ് ചെയ്യും, വീണ്ടും ഹീറ്റ് ചെയ്യും. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഇംപ്രൂവ് ടഫ്നെസ് ആൻഡ് ഡക്റ്റിലിറ്റി. ടഫ്നെസ്സും ഡക്റ്റിലിറ്റിയും കൂട്ടാൻ വേണ്ടിയിട്ട്. ഈ ടഫ്നെസ്സും ഡക്റ്റിലിറ്റിയും ഒന്നും വീണ്ടും വീണ്ടും പറയാത്തത് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിച്ചത് കൊണ്ടാണ്. ബട്ട് ഇറ്റ് ഈസ് ഡൺ അറ്റ് ദി എക്സ്പെൻസ് ഓഫ് ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത്. ഇവിടെ ടഫ്നെസ്സും ഡക്റ്റിലിറ്റിയും കൂടും എന്നുണ്ടെങ്കിലും അവിടെ ഹാർഡ്നെസ്സും സ്ട്രെങ്ത്തും അതിന് ആനുപാതികമായിട്ട് കുറയുകയും ചെയ്യും. അതുപോലെ ഇത് ചെയ്യുന്നത് ഇൻ ഓർഡർ ടു മേക്ക് സ്റ്റീൽ മോർ സ്യൂട്ടബിൾ ഫോർ സർവീസ് റിക്വയർമെൻറ്റ്സിന് കൂടുതൽ സ്യൂട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെമ്പറിങ് ചെയ്യുന്നത്. ഇനി പർപ്പസ് ഓഫ് ടെമ്പറിങ്ങിൻ്റെ പർപ്പസുകളാണ്: ടു റിലീവ് സ്റ്റീൽ ഫ്രം ഇൻറ്റേർണൽ സ്ട്രെസ്സസ് ആൻഡ് സ്ട്രെയിൻ. സ്റ്റീലിൻ്റെ ഇൻറ്റേർണൽ സ്ട്രെസ്സും സ്ട്രെയിനും റിലീവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ടെമ്പറിങ്. ടു റെഗുലേറ്റ് ദി ഹാർഡ്നെസ് ആൻഡ് ടഫ്നെസ്. ഹാർഡ്നെസ്സും ടഫ്നെസ്സും നിയന്ത്രിക്കുക, റെഗുലേറ്റ് ചെയ്യാൻ. ടു റെഡ്യൂസ് ദ ബ്രിട്ടിൽനെസ് കുറക്കാൻ. ടു റീസ്റ്റോർ സം ഡക്റ്റിലിറ്റി. നമുക്ക് നഷ്ടപ്പെട്ട കുറച്ച് ഡക്റ്റിലിറ്റി പ്രോപ്പർട്ടി ഉണ്ട് മറ്റ് പ്രോസസ്സുകൾ ചെയ്യുമ്പോൾ, അതിനെ റീസ്റ്റോർ ചെയ്യാൻ, വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെമ്പറിങ് പ്രോസസ്സ് ചെയ്യുന്നത്. ഇനി ടെമ്പറിങ്ങിൻ്റെ പ്രോസസ്സിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ പറഞ്ഞു ഒരു ടെമ്പറേച്ചറിലേക്ക് അതിനെ ഹീറ്റ് ചെയ്യും. ആ ടെമ്പറേച്ചർ നമുക്ക് വേണ്ട പ്രോപ്പർട്ടീസിനെ അനുസരിച്ചിട്ട് നമ്മൾക്ക് മാറ്റം വരുത്താം. അത് സാധാരണയായിട്ട് 180 ഡിഗ്രി സെൽഷ്യസിനും 650 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും. ഈ കാര്യം ശ്രദ്ധിക്കുക. LCT ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാളും കുറവായിരിക്കും എന്ന് പറഞ്ഞു. ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, 723 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 650 വരെയാണ് മാക്സിമം ഇവിടെ പറയുന്നത്. അപ്പോൾ അതിനേക്കാൾ കുറവ് തന്നെയാണ്. ഇനി എത്ര സമയം ഹീറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ എടുക്കുന്ന മെറ്റീരിയലിൻ്റെ തിക്നെസ്സിനനുസരിച്ചിട്ട് മാറ്റം വരും. ഇനി ടൂൾസ് ആണ്, സ്റ്റീലിൻ്റെ ടൂൾസ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ടെമ്പറിങ് നടത്തുന്നത് സാധാരണ ലോ ടെമ്പറേച്ചറിലാണ്.
ഇനി ഇവിടെ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ, എത്ര ടെമ്പറേച്ചർ വരെ ഇത് ഹീറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതൊക്കെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് ഹീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന, അതിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഹീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓക്സൈഡ് ഫിലിമിൻ്റെ കളറിനനുസരിച്ചിട്ടാണ്. ഓക്കെ, അത് ഒരു പോസിബിൾ മെത്തേഡല്ല, എന്നാലും ആ കളറിനനുസരിച്ചിട്ടാണ് ടെമ്പറേച്ചർ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. ഇപ്പം ടെമ്പറേച്ചർ ജഡ്ജ് ചെയ്യുന്ന കളറുകളും അതുപോലെ ടെമ്പറേച്ചറും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. കളറ് പെയിൽ സ്ട്രോ ആണെങ്കിൽ 230 ഡിഗ്രി സെൽഷ്യസ്, ഡാർക്ക് സ്ട്രോ ആണെങ്കിൽ 240, ബ്രൗൺ ആണെങ്കിൽ 250, ബ്രൗണിഷ് പർപ്പിൾ ആണെങ്കിൽ 260, പർപ്പിൾ ആണെങ്കിൽ 270, ഡാർക്ക് പർപ്പിൾ ആണെങ്കിൽ 280, ബ്ലൂ കളർ ആണെങ്കിൽ 300 ഡിഗ്രി സെൽഷ്യസ്. ഇനി ടെമ്പറേച്ചർ, കാർബൺ കണ്ടന്റ്, ഇത് തമ്മിലുള്ള ഗ്രാഫ് എല്ലാത്തിലും നമ്മൾ കാണുന്നത് കാർബൺ കണ്ടന്റ് എക്സ് ആക്സിസും ടെമ്പറേച്ചർ വൈ ആക്സിസുമായിട്ടുള്ള ഗ്രാഫാണ്. ഇനി ലോവർ ടെമ്പറേച്ചർ റേഞ്ചിൽ കൂടുതൽ സമയം ടെമ്പറിങ് നടത്തുന്നതിലൂടെ, ലോവർ ടെമ്പറേച്ചറിൽ കൂടുതൽ സമയം ടെമ്പറിങ് നടത്തുന്നതിലൂടെ നമുക്ക് വേണ്ട മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, ആവശ്യമുള്ള മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടാക്കിയെടുക്കാൻ കൂടുതൽ കൺട്രോൾ നമുക്ക് കിട്ടും ടെമ്പറിങ്ങിൻ്റെ സമയത്ത്. അപ്പോൾ ഇവിടെ ഒരു കർവ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ടെമ്പറേച്ചറും അതുപോലെ അതിൻ്റെ ഓരോ പ്രോപ്പർട്ടീസും കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നത് ലോ ടു ഹൈ 200, 400, 600 എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പം അതിൽ നോക്കുക, ടെമ്പറേച്ചർ ലോ ആണെങ്കിൽ ടെൻസൈൽ സ്ട്രെങ്ത് ഹൈ ആയിരിക്കും. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ടെൻസൈൽ സ്ട്രെങ്ത് കുറഞ്ഞു വരുന്നത് കാണാം. അതുപോലെ തന്നെയാണ് ഹാർഡ്നെസ്സും. പക്ഷേ ടഫ്നെസ്സും ഡക്റ്റിലിറ്റിയും ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് ഇൻക്രീസ് ചെയ്യുന്നതും കാണാം. ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആവും. ഇനി ഹാർഡനിങ്ങും ടെമ്പറിങ്ങും കഴിഞ്ഞതിന് ശേഷമുള്ള സ്റ്റീലിൻ്റെ മൈക്രോ സ്ട്രക്ചർ ഏകദേശം ഇതുപോലെ ഇരിക്കും. നേരത്തെ കണ്ടതിൽ മാർട്ടിൻസൈറ്റിൻ്റെ നീഡിൽ ലൈക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ 4 ടൈപ്പ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സുകൾ നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ പ്രോപ്പർട്ടിൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞിരുന്നത്, ഒരു ടൈപ്പ് ട്രീറ്റ്മെൻറ്റ് മാത്രം. ഇനി ഒരേ മെറ്റീരിയലിൽ തന്നെ അല്ലെങ്കിൽ ഒരേ സ്റ്റീലിൻ്റെ പീസിൽ തന്നെ ഡിഫറൻറ്റ് കോമ്പിനേഷൻ നമുക്ക് വേണമെങ്കിൽ വരുത്താം. അപ്പം അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് സർഫസ് ഹാർഡനിങ് ഓഫ് സ്റ്റീൽ. നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ, വ്യത്യസ്ത പ്രോപ്പർട്ടികൾ, ഒരു സിംഗിൾ പീസ് സ്റ്റീലിൽ തന്നെ വ്യത്യസ്ത പ്രോപ്പർട്ടികൾ നമ്മൾ വരുത്തുന്ന പ്രോസസ്സിനെയാണ് സർഫസ് ഹാർഡനിങ് എന്ന് പറയുക. 4 ടൈപ്പ് സർഫസ് ഹാർഡനിങ് ആണുള്ളത്. ഇപ്പോൾ ഇവിടെ ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഹാർഡ് കേസ് അതുപോലെ ടഫ് കോർ. ഒരേ സാധനത്തിന് തന്നെ എങ്ങനെയാണ് 2 പ്രോപ്പർട്ടി ഉണ്ട്. ഹാർഡ് കേസാണ്, അതുപോലെ കോറ് ടഫ് കോറുമാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരേ സ്റ്റീലിന് വ്യത്യസ്ത പ്രോപ്പർട്ടികൾ വരുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സർഫസ് ഹാർഡനിങ്. 4 മെത്തേഡുകളാണുള്ളത്. ഒന്ന് കേസ് ഹാർഡനിങ്, നൈട്രൈഡിങ്, ഫ്ലെയിം ഹാർഡനിങ് ആൻഡ് ഇൻഡക്ഷൻ ഹാർഡനിങ്. 4 മെത്തേഡുകൾ. അപ്പം അതിൽ ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തത് കേസ് ഹാർഡനിങ്. കാർബൺ കണ്ടന്റ് 0.15% വരെ വരുന്ന സ്റ്റീലിലാണ് കേസ് ഹാർഡനിങ് നടത്താറ്. ഇതിൽ കേസ് ഹാർഡനിങ്ങിൽ ചെയ്യുന്നത് നമ്മൾ കാർബൺ ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ കേസ് ഹാർഡനിങ്ങിൽ 0.15% ഉള്ള കാർബൺ കണ്ടന്റിനെ നമ്മൾ 0.9%ലേക്ക് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇവിടെ carburized steel is heated and quenched. Only the surface layer will respond and the core will remain soft and tough. നമ്മൾ കാർബറൈസ്ഡ് സ്റ്റീലിനെ ഹീറ്റ് ചെയ്യുകയും കൂൾ ചെയ്യുകയും ചെയ്താൽ അതിൻ്റെ സർഫസ് മാത്രമേ അതിന് റെസ്പോണ്ട് ചെയ്യുള്ളൂ. അതിൻ്റെ ഉൾഭാഗം അപ്പോഴും എന്തായിട്ടിരിക്കും? സോഫ്റ്റ് ആൻഡ് ടഫ് ആയിട്ട് തന്നെ ഇരിക്കും. ഇനി നമുക്ക്
ഇത് ചെയ്യേണ്ടാത്ത ഭാഗങ്ങൾ സാധാരണ എങ്ങനെയാണ് ചെയ്യുക, ആ ഭാഗങ്ങൾ നമുക്ക് അവിടെ ഈ പ്രോപ്പർട്ടി വേണ്ട എന്നുണ്ടെങ്കിൽ അതിനെ നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, കോട്ട് ചെയ്യും. കോപ്പറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്യൂട്ടബിൾ മീഡിയം വെച്ചിട്ട് നമ്മളതിനെ കവർ ചെയ്യും, ഇൻസുലേറ്റ് ചെയ്യും. ഇനി കേസ് ഹാർഡനിങ് എന്ന് പറഞ്ഞത് 2 മെത്തേഡായിട്ടാണ് ചെയ്യുന്നത്. അതിലൊന്നാമത്തത് കാർബറൈസിങ്. കാർബറൈസിങ്ങിൽ ചെയ്യുന്നത് കാർബൺ കണ്ടന്റ് ആഡ് ചെയ്യുക, സർഫസിലെ കാർബൺ കണ്ടന്റ് ആഡ് ചെയ്യുക. രണ്ടാമത്തത് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഇൻ വിച്ച് ദ കോർ ഈസ് റിഫൈൻഡ് ആൻഡ് ദ സർഫസ് ഈസ് ഹാർഡൻഡ്. കോറ് അതേപോലത്തെ റിഫൈൻ ചെയ്ത് നിർത്തുക, സർഫസ് ഹാർഡൻ ചെയ്യുക. ഇപ്പം കേസ് കാർബറൈസിങ്ങും അതുപോലെ തന്നെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റുമാണ് കേസ് ഹാർഡനിങ്ങിലെ 2 മെത്തേഡുകൾ. ഇനി ഇതിലെ കാർബറൈസിങ് പല രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് നമ്മൾ ഒരു ഭാഗം മാത്രം അതിൻ്റെ കോറ് അതേപോലെ നിർത്തി സർഫസിനെ ഹാർഡൻ ചെയ്യുമ്പോഴുള്ള ഒരു ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. ഇനി കേസ് ഹാർഡനിങ്ങിൽ കാർബറൈസിങ്. അപ്പം ഇതിൽ ചെയ്യുന്നത് കാർബൺ ഉള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ വെച്ചിട്ട് സ്റ്റീലിനെ നമ്മളൊരു സ്യൂട്ടബിൾ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ചെയ്യും. എന്നിട്ട് ആ ടെമ്പറേച്ചറിൽ അതിനെ നമ്മൾ ഹോൾഡ് ചെയ്യും, ഹോൾഡ് ചെയ്യും. ഏതുവരെ? ആ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ നമുക്ക് ആവശ്യമുള്ള അത്രയും ഡെപ്തിലേക്ക് ആ സ്റ്റീലിലേക്ക് ഇറങ്ങി ഇഴുകിച്ചേരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. ഇതിൽ കാർബൺ കണ്ടന്റ് സോളിഡായിട്ടും ലിക്വിഡായിട്ടും ഗ്യാസ് ആയിട്ടും നമ്മൾ സപ്ലൈ ചെയ്യും. ഇനി ഏത് ടൈപ്പ് ആണ്, സോളിഡ് ആണെങ്കിലും ലിക്വിഡ് ആണെങ്കിലും ഗ്യാസ് ആണെങ്കിലും, ഈ കാർബണേഷ്യസ് ഗ്യാസ് സ്റ്റീലിനെ 880 ഡിഗ്രി സെൽഷ്യസ് മുതൽ 930 ഡിഗ്രി സെൽഷ്യസ് വരെ ഹീറ്റ് ചെയ്യുമ്പോൾ അതിലെ കാർബൺ അതിലേക്ക് പെനിട്രേറ്റ് ചെയ്യും, അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോവും. ഇനി കാർബറൈസിങ്ങിൽ ഏതൊക്കെ ടൈപ്പ് കാർബറൈസിങ് ആണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ കാർബറൈസിങ്ങിൽ ഒരു മെത്തേഡ് പറയുന്നതാണ് പാക്ക് കാർബറൈസിങ്. എന്താണ് പാക്ക് കാർബറൈസിങ്? പേരിലുള്ളത് പോലെ തന്നെ ഒരു പാക്ക് നമ്മളൊരു സാധാരണ ഒരു ബോക്സ് പോലെ ആക്കിയിട്ട് എന്തു ചെയ്യുക, ഒരു മെറ്റൽ ബോക്സ് എന്താണോ നമുക്ക് കാർബറൈസ് ചെയ്യേണ്ടത് ആ മെറ്റീരിയലിനെ ഒരു മെറ്റൽ ബോക്സിൽ വെച്ചിട്ട് അടക്കും. എങ്ങനെയുള്ള മെറ്റൽ ബോക്സിൽ? കാർബറൈസിങ് മീഡിയം സറൗണ്ട് ചെയ്തിട്ടുള്ള, ചുറ്റിനും കാർബറൈസിങ് മീഡിയം ആയിട്ടുള്ള ഒരു മെറ്റൽ ബോക്സിൽ വെച്ച് അടക്കും. അതിനുശേഷം എന്ത് ചെയ്യും? അതിൻ്റെ മുകളിൽ ആ ലിഡ് വെക്കും. നമ്മൾ സാധാരണ പെട്ടി അടക്കൂലേ, അതേപോലെ ലിഡ് വെക്കും. അതിൻ്റെ എവിടേക്കാണോ ഓപ്പണിംഗ് ഉള്ളത് അതെല്ലാം ഫയർ ക്ലേ വെച്ചിട്ട് സീല് ചെയ്യും. അതിനുശേഷം അതെല്ലാം ഒരു വയർ ഉപയോഗിച്ച് നല്ലവണ്ണം കെട്ടിവെക്കും. എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള കാർബൺ ഗ്യാസ് പുറത്ത് പോവാതിരിക്കാനും അതുപോലെ പുറമേയുള്ള എയർ ഉള്ളിലേക്ക് വന്ന് ഡീകാർബറൈസേഷൻ നടക്കാതിരിക്കാനും വേണ്ടി. ഈ കാർബറൈസിങ് മീഡിയം എന്ന് പറഞ്ഞാൽ അത് വുഡ് ആവാം, ബോൺ ആവാം, ലെതർ ആവാം, ചാർക്കോൾ ആവാം. അപ്പം ഇതിൽ കാണിച്ചിട്ടുള്ളതാണ് നമ്മൾ പറഞ്ഞ കാർബറൈസിങ്, പാക്ക് കാർബറൈസിങ്. ഒരു മെറ്റൽ ബോക്സ്, അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഏതാണോ നമുക്ക് കാർബറൈസ് ചെയ്യേണ്ടത് ആ സ്റ്റീൽ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാവും. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, ലിഡ് പറഞ്ഞിട്ടുണ്ട്, വയറ്, മെറ്റൽ ബോക്സ്, അതുപോലെ ഫയർ ക്ലേ. An energizer such as barium carbonate is added to speed up the process. നമ്മൾ മുമ്പേ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം. അതായത് ചില രാസപ്രവർത്തനങ്ങളെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇവിടെ ഒരു എനർജൈസർ, ബേരിയം കാർബണേറ്റ് എന്ന് പറഞ്ഞ ഒരു എനർജൈസർ ഇതിൽ ഉപയോഗിക്കും ഈ പ്രോസസ്സ് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് പാക്ക് കാർബറൈസിങ്. ഇനി രണ്ടാമത്തതാണ് ലിക്വിഡ് കാർബറൈസിങ്. അപ്പം അവിടെ പാക്ക് കാർബറൈസിങ് ആയിരുന്നു, ഇവിടെ ലിക്വിഡ്. ഇതിൽ ചെയ്യുന്നത് ചൂടാക്കിയിട്ടുള്ള ഒരു ഹീറ്റഡ് സോൾട്ട് ബാത്തിലേക്ക് നമ്മൾ ഈ മെറ്റീരിയലിനെ ഇറക്കി വെക്കും. ഈ ഹീറ്റഡ് സോൾട്ട് ബാത്ത് എന്ന് പറഞ്ഞത് സോഡിയം കാർബണേറ്റ് ആവാം, സോഡിയം സയനൈഡ്, ബേരിയം ക്ലോറൈഡ് ആവാം. ഇതൊക്കെയാണ് ടിപ്പിക്കൽ കാർബറൈസിങ് സാൾട്സ് ആയിട്ട് പറയുന്നത്. കാർബറൈസിങ് സാൾട്സ് ആയിട്ട് പറയുന്നതാണ് സോഡിയം കാർബണേറ്റ്, സോഡിയം സയനൈഡ്, അതുപോലെ ബേരിയം ക്ലോറൈഡ്.
ഇത് എത്ര ഡെപ്തിലേക്ക് നമുക്ക് കാർബൺ കണ്ടന്റ് ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതിലുള്ള സയനൈഡ് കണ്ടന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അതുപോലെ ഇത് വളരെ പെട്ടെന്ന്, ഇറ്റ് ഈസ് വെരി റാപ്പിഡ്, വളരെ പെട്ടെന്ന് നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കാർബൺ കണ്ടന്റ് സർഫസ് ടു ദി കോർ, സർഫസ് മുതൽ കോർ വരെ കാർബൺ കണ്ടന്റിൽ പെട്ടെന്ന് വേരിയേഷൻ വരുത്താൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഇത് അങ്ങനെ വൈഡായിട്ട് യൂസ് ചെയ്യുന്നതല്ല, സ്യൂട്ടബിൾ അല്ല. അതുപോലെ suitable for thin case about 0.25 millimeter deep. 0.25 millimeter deep ആയിട്ടുള്ള തിൻ കേസസിനാണ് ഇത് സാധാരണ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇതിന് മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് ഈസ് റാപ്പിഡ്. ഹീറ്റിംഗ് വളരെ പെട്ടെന്നാണ്. അതുപോലെ അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഡിസ്റ്റോർഷൻസ് മിനിമൈസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ലിക്വിഡ് കാർബറൈസിങ്. പിന്നെ വരുന്നതാണ് ഗ്യാസ് കാർബറൈസിങ്. ഗ്യാസ് കാർബറൈസിങ്ങിൽ ചെയ്യുന്നത് ഒരു ഗ്യാസ് ടൈറ്റ് കണ്ടെയ്നറിൽ വെക്കും നമ്മുടെ വർക്ക്. അതിനുശേഷം അതൊരു ഫർണസിൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്യും. എന്നിട്ട് ആ കണ്ടെയ്നറിൻ്റെ ഉള്ളിലേക്ക് കാർബറൈസിങ് ഗ്യാസിനെ കടത്തിവിടും. കാർബറൈസിങ് ഗ്യാസ് എന്ന് പറയുന്നത് മീഥൈനോ അല്ലെങ്കിൽ പ്രൊപ്പൈനോ ആവാം. ഈ കണ്ടിന്യൂസ് ആയിട്ട് കാർബറൈസിങ് ഗ്യാസ് വരുന്നതിലൂടെ ഫർണസിൽ വെച്ചിട്ട് കാർബറൈസിങ്ങും അതുപോലെ ക്വെഞ്ചിങ്ങും ടെമ്പറിങ്ങും ഈ എല്ലാ പ്രോസസ്സും എന്തു ചെയ്യും, സീക്വൻസ് ആയിട്ട് തന്നെ ക്യാരി ഔട്ട് ചെയ്യും. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഫർണസിൽ വെച്ചിട്ട് തന്നെ കാർബറൈസിങ്, ക്വെഞ്ചിങ്, ടെമ്പറിങ് എല്ലാ പ്രോസസ്സും സീക്വൻസ് ആയിട്ട് ക്യാരി ഔട്ട് ചെയ്യും. ഇപ്പോൾ ഒരു കാർബറൈസ്ഡ് സ്റ്റീൽ, ഇപ്പോൾ കാർബറൈസ്ഡ് സ്റ്റീൽ ഇതൊക്കെ ഈ പറഞ്ഞ മെത്തേഡ്സ് ഒക്കെ പറഞ്ഞു. ഈ കാർബറൈസ്ഡ് സ്റ്റീലിൻ്റെ സ്ട്രക്ചർ ഏകദേശം മൈക്രോ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെയായിരിക്കും. കാർബറൈസ്ഡ് സെക്ഷൻ്റെ സർഫസ് ലെയറും അതുപോലെ കാർബറൈസ്ഡ് സെക്ഷനും കാണാൻ പറ്റുന്നുണ്ടാവും. ഇനി രണ്ട് ഭാഗങ്ങളായിട്ടാണ് കേസ് ഹാർഡനിങ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അതിൽ ഒന്ന് കാർബറൈസിങ് ആയിരുന്നു, അടുത്തത് ഹീറ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. ഇനി കാർബറൈസിങ്ങിന് ശേഷം ആഫ്റ്റർ കാർബറൈസിങ് ഈ കേസിൽ സാധാരണയായിട്ട് ഉണ്ടാവുക 0.9% കാർബണും അതുപോലെ തന്നെ കോറിൽ 0.15% കാർബണും ആയിരിക്കും ഉണ്ടാവുക. കാരണം കോറിലല്ല സർഫസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാർബൺ കണ്ടന്റ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ 0.9%ഉം കോറിൽ 0.15%ഉമാണ് ഉണ്ടാവുക. അപ്പോൾ ഈ കോറിനെ റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാർബറൈസ്ഡ് സ്റ്റീലിനെ നമ്മൾ 870 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കും. അതിനുശേഷം ആ ടെമ്പറേച്ചറിൽ കുറച്ച് കൂടുതൽ സമയം നമ്മൾ അതേ ടെമ്പറേച്ചറിൽ നിർത്തും. എന്തിനു വേണ്ടിയിട്ട്, സ്ട്രക്ചറിൽ യൂണിഫോമിറ്റി വരുത്താൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഗ്രെയിൻ ഗ്രോത്ത് കുറക്കാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും, കൂള് ചെയ്യും. ഈ ഹീറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ കേസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളതിനേക്കാളും വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ എക്സ്ട്രീംലി ബ്രിട്ടിൽ മാർട്ടിൻസൈറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇതിലൂടെ നമ്മുടെ കേസും അതുപോലെ തന്നെ കോറിൻ്റെ ഔട്ടർ ലെയേഴ്സും റിഫൈൻ ചെയ്ത് കഴിയും ഈ പ്രോസസ്സ് ചെയ്യുന്നതിലൂടെ. ഇനി റിഫൈനിങ് ഒന്നും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് റിഫൈനിങ് ഈസ് ഡൺ ബൈ റീഹീറ്റിംഗ്. ഈ സ്റ്റീലിനെ വീണ്ടും നമ്മൾ 760 ഡിഗ്രി സെൽഷ്യസ് വരെ റീഹീറ്റ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, ക്വെഞ്ച് ചെയ്യും. ഈ രണ്ട് പ്രോസസ്സിന് ശേഷം നമ്മൾ ചെയ്യുന്നതാണ് ടെമ്പറിങ്. കാർബറൈസിങ്ങും കഴിഞ്ഞു, അതുപോലെ തന്നെ ഈ ഹീറ്റിംഗ് പ്രോസസ്സും കഴിഞ്ഞു. ഇവിടെ ഈ കേസ് നമ്മൾ ചെയ്തിട്ടുള്ള ഈ വർക്ക് പീസിനെയാണ് നമ്മൾ കേസ് എന്ന് പറയുന്നത്. അതിനെ 300 ഡിഗ്രി സെൽഷ്യസിൽ ടെമ്പർ ചെയ്യും ടു റിലീവ് ദി ക്വെഞ്ചിങ് സ്ട്രെസ്. ക്വെഞ്ചിങ്ങിലൂടെ ഉണ്ടായിട്ടുള്ള സ്ട്രെസ് റിലീവ് ചെയ്യാൻ അതിനെ 300 ഡിഗ്രി സെൽഷ്യസിൽ ടെമ്പർ ചെയ്യും. ഇനി നമുക്ക് ഈ പറഞ്ഞ പാർട്ടിനെ ഷോക്ക് റെസിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഈ കോർ റിഫൈനിങ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞത് ഒരു ആവശ്യമില്ലാത്തതാണ്. ഇനി ഈ പറഞ്ഞ കണ്ടീഷനിൽ
A coarse martensite at the surface may not cause trouble, so they may be quenched directly after carburizing. ഈ കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് റിഫൈനിങ് ഓപ്പറേഷൻ നടത്തണ്ട എന്നുണ്ടെങ്കിൽ കാർബറൈസിങ്ങിന് ശേഷം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ക്വെഞ്ച് ചെയ്യാം. ഇനിയിപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങൾ നടത്തിയതിന് ശേഷം, ഇപ്പോൾ നമ്മൾ കാർബറൈസിങ് നടത്തി, അതിനുശേഷം ഹീറ്റിംഗ് നടത്തി, പിന്നെ ടെമ്പറിങ് നടത്തി, അതിനൊക്കെ ശേഷമുള്ള കേസ് ഹാർഡൻഡ് സ്റ്റീലിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. മാർട്ടിൻസൈറ്റ്, അതുപോലെ എല്ലാ കാര്യങ്ങളും പിയർലൈറ്റ്, ഫെറൈറ്റ് എല്ലാം അതിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഇനി അതിലെ അടുത്തതാണ് നൈട്രൈഡിങ്. കേസ് ഹാർഡനിങ് കഴിഞ്ഞു. ഇനി അടുത്തത് നൈട്രൈഡിങ്. കേസ് ഹാർഡനിങ്ങിൽ നമ്മൾ കാർബണാണ് ആഡ് ചെയ്തത്. ഇവിടെ പേരിൽ തന്നെയുണ്ട്, നമ്മൾ കാർബൺ പകരം ഇവിടെ ആഡ് ചെയ്യുന്നത് നൈട്രജൻ ആണ്. രണ്ട് രീതിയിലാണ് നൈട്രൈഡിങ് ചെയ്യുന്നത്. ഒന്ന് ഗ്യാസ് നൈട്രൈഡിങ്, അതുപോലെ തന്നെ സോൾട്ട് ബാത്ത് നൈട്രൈഡിങ്. എന്താണ് ഗ്യാസ് നൈട്രൈഡിങ്? ഗ്യാസ് നൈട്രൈഡിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് 500 ഡിഗ്രി സെൽഷ്യസിലേക്ക് നൈട്രൈഡ് ചെയ്യേണ്ട പാർട്ടിനെ നമ്മൾ ഹീറ്റ് ചെയ്യും. എങ്ങനെ? അമോണിയ ഗ്യാസ്. അമോണിയ ഗ്യാസിൻ്റെ കോൺസ്റ്റൻറ്റ് സർക്കുലേഷൻ, അമോണിയ ഗ്യാസ് ഇങ്ങനെ ബ്ലോ ചെയ്തുകൊണ്ടിരിക്കുക 100 മണിക്കൂർ വരെ 500 ഡിഗ്രി സെൽഷ്യസിൽ ഈ പാർട്ടിനെ നമ്മളിങ്ങനെ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് നമ്മൾ ചെയ്യുന്നത് ഒരു എക്സ്റ്റേണലി ഹീറ്റഡ് ടൈറ്റ് ബോക്സ്, നമ്മൾ പാക്ക് കാർബറൈസിങ്ങിൽ പറഞ്ഞ പോലെ പുറമേ നിന്ന് ഹീറ്റ് ചെയ്യുന്ന ഒരു ടൈറ്റ് ബോക്സ്, ഇൻലെറ്റ് ഔട്ട്ലെറ്റ് വാൾവൊക്കെ വെച്ചിട്ടുള്ള ഒരു ടൈറ്റ് ബോക്സിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുക. സോക്കിംഗ് കഴിഞ്ഞാലും 150 ഡിഗ്രി സെൽഷ്യസിലേക്ക് ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നത് വരെയും നമ്മൾ എന്ത് ചെയ്യും, അമോണിയ ഗ്യാസ് ഇതിൻ്റെ സറൗണ്ടിങ്സിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ഈ നൈട്രൈഡിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫിലിം ഉണ്ടാവും, ഒരു ഫിലിം ആ സർഫസിൻ്റെ മുകളിലുണ്ടാവും. ആ ഫിലിമിനെ നമുക്ക് ലൈറ്റ് ബഫിംഗ് ഓപ്പറേഷനിലൂടെ റിമൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഗ്യാസ് നൈട്രൈഡിങ്. ഗ്യാസ് നൈട്രൈഡിങ്ങിൽ ഉപയോഗിക്കുന്നത് അമോണിയ ഗ്യാസ് ആണ്, അത് മറക്കരുത്. അതുപോലെ രണ്ടാമത്തെ നൈട്രൈഡിങ് മെത്തേഡാണ് നൈട്രൈഡിങ് ഇൻ സോൾട്ട് ബാത്ത്സ്. ഇതിൽ നൈട്രൈഡിങ് ബാത്ത്സ്, സ്പെഷ്യൽ ടൈപ്പ് നൈട്രൈഡിങ് ബാത്ത്സ് ആണ് ഉപയോഗിക്കാറ്. ഇത് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് എല്ലാ ടൈപ്പ് അലോയിഡ് ആൻഡ് അൺഅലോയിഡ് ടൈപ്സ് ഓഫ് സ്റ്റീൽസിന്, അതുപോലെ അനീൽഡ് ഓർ നോട്ട് അനീൽഡ് സ്റ്റീൽസിന്, അതുപോലെ കാസ്റ്റ് അയണിനൊക്കെ നൈട്രൈഡിങ് ഇൻ സോൾട്ട് ബാത്ത് എന്ന് പറഞ്ഞ മെത്തേഡ് സ്യൂട്ടബിൾ ആണ്. ഇനി ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. 400 ഡിഗ്രി സെൽഷ്യസ് വരെ ഹീറ്റ് ചെയ്ത വർക്ക് പീസ് നമ്മൾ എന്ത് ചെയ്യും, സോൾട്ട് ബാത്തിലേക്ക് ഇറക്കി വെക്കും. ഈ സോൾട്ട് ബാത്തിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 520 ഡിഗ്രി സെൽഷ്യസ് മുതൽ 570 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും. അപ്പം അതിലേക്ക് 400 ഡിഗ്രി സെൽഷ്യസ് വരെ പ്രീ ഹീറ്റ് ചെയ്ത വർക്ക് പീസ് ഇറക്കി വെക്കും. അങ്ങനെ ഇറക്കി വെച്ച് കഴിയുമ്പോൾ 0.01 to 0.02 മില്ലിമീറ്റർ തിക്നെസ് ഉള്ള ഒരു ഫിലിം ആ സർഫസിൻ്റെ മുകളിലുണ്ടാവും. ഈ ഫിലിം എന്ന് പറഞ്ഞത് കാർബൺ നൈട്രജൻ കോമ്പൗണ്ട് ആയിരിക്കും. നമ്മൾ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞത് 30 മിനിറ്റ് മുതൽ 3 മണിക്കൂർ വരെയാണ്. അത് വർക്ക് പീസിൻ്റെ ക്രോസ് സെക്ഷൻ അനുസരിച്ചിട്ട് ടൈമിൽ മാറ്റം വരും. 30 മിനിറ്റ് ടു 3 hours ആണ് നമ്മൾ സാധാരണയായിട്ട് നൈട്രൈഡിങ് ഇൻ സോൾട്ട് ബാത്തിന് ഉപയോഗിക്കുന്ന സമയം. അതിനുശേഷം ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ നൈട്രൈഡിങ് ബാത്തിൽ നിന്ന് അതെടുത്തിട്ട് വർക്ക് പീസുകൾ നമ്മൾ ക്വെഞ്ച് ചെയ്യും. അതുപോലെ തന്നെ വെള്ളത്തിൽ വാഷ്ഡ് ഇൻ വാട്ടർ ആൻഡ് ഡ്രൈഡ്, വെള്ളം കൊണ്ടൊന്ന് കഴുകിയിട്ട് ഡ്രൈ ചെയ്ത് എടുക്കും. ഈ നൈട്രൈഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. 1. പാർട്സ് ക്യാൻ ബി ഫിനിഷ് മെഷീൻഡ് ബിഫോർ നൈട്രൈഡിങ് ആസ് നോ ക്വെഞ്ചിങ് ഈസ് ഡൺ ആഫ്റ്റർ നൈട്രൈഡിങ്. നൈട്രൈഡിങ്ങിന് ശേഷം നമ്മളൊരു ക്വെഞ്ചിങ് നടത്താത്തതുകൊണ്ട് തന്നെ അത് മെഷീൻ ഫിനിഷ് ആയിട്ട് തന്നെ നമുക്ക് എടുക്കാൻ കഴിയും. അതുപോലെ ക്വെഞ്ചിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ക്വെഞ്ചിങ് കാരണം കൊണ്ടുണ്ടാവുന്ന ഡിസ്റ്റോർഷൻസ് ഇല്ല. ഇനി അടുത്തത്, പാർട്സ് ആർ നോട്ട് ഹീറ്റഡ് എബോവ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഇത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് മുകളിലേക്ക് നമ്മൾ ഹീറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ
വാർപ്പിംഗ് ഡിസ്റ്റോർഷൻസ് ഒന്നും ഉണ്ടാവുന്നില്ല. നൈട്രേറ്റിംഗ് ചെയ്ത് കിട്ടുന്ന മെറ്റീരിയലിൻ്റെ ഹാർഡ്നെസ്സും വെയർ റെസിസ്റ്റൻസും വളരെ അധികമായിരിക്കും. അതുപോലെ കൊറോഷൻ റെസിസ്റ്റൻസ് കൂടും, ഇംപ്രൂവ് ചെയ്യും. സിൻസ് അലോയ് സ്റ്റീൽസ് യൂസ്ഡ് ആർ ഇൻഹറൻ്റ്ലി സ്ട്രോങ് വെൻ പ്രോപ്പർലി ഹീറ്റ് ട്രീറ്റഡ്, റിമാർക്കബിൾ കോമ്പിനേഷൻസ് ഓഫ് സ്ട്രെങ്ത് ആൻഡ് വെയർ റെസിസ്റ്റൻസ് ആർ ഒബ്റ്റെയിൻഡ്. അലോയ് സ്റ്റീൽസിനെ വീണ്ടും സ്ട്രോങ് ആക്കി മാറ്റുന്നതിലൂടെ, ഹീറ്റ് ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തി സ്ട്രോങ് ആക്കി മാറ്റിയിട്ട് നൈട്രേറ്റിംഗ് ചെയ്യുന്നതിലൂടെ വളരെയധികം സ്ട്രെങ്ത്തും റെസിസ്റ്റൻസും വെയർ റെസിസ്റ്റൻസും നമുക്ക് ഇതിലൂടെ കിട്ടും. ഇനി അടുത്ത കേസ് ഹാർഡനിങ് മെത്തേഡാണ് ഫ്ലെയിം ഹാർഡനിങ്. ഫ്ലെയിം ഹാർഡനിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് എന്താണ് ഫ്ലെയിം ഹാർഡനിങ്. ഫ്ലെയിം ഹാർഡനിങ്ങിൽ ചെയ്യുന്നത് സ്പെഷ്യലി കൺസ്ട്രക്റ്റഡ് ബേണേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഒക്കെ ബേണർ കണ്ടിട്ടില്ലേ, ഗ്യാസ് സ്റ്റവ് ഒക്കെ കത്തിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്നത്, അതുപോലെ ബേണേഴ്സ്, സ്പെഷ്യലി ഡിസൈൻഡ് ബേണേഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഹീറ്റ് സപ്ലൈ ചെയ്യും. ഓക്കെ, ഈ ഹീറ്റ് സപ്ലൈ ചെയ്തിട്ട് നമ്മൾ വളരെ പെട്ടെന്ന് വളരെ സ്പീഡിലാണ് ഹീറ്റ് സപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ അതേ സ്പീഡിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ വെള്ളം സ്പ്രേ ചെയ്തിട്ട് നമ്മൾ വളരെ പെട്ടെന്ന് തണുപ്പിക്കുകയും ചെയ്യും. ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മൾ ബേണർ വെച്ച് ഗ്യാസ് വെച്ചിട്ട് അതിൻ്റെ സർഫസ് ഹീറ്റ് ചെയ്യുന്നുണ്ട്. ഹീറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ വാട്ടർ സ്പ്രേ ചെയ്തിട്ട് അതിനെ പെട്ടെന്ന് തണുപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഫ്ലെയിം ഹാർഡനിങ് മെത്തേഡ്. ഇതിൽ ഫ്ലെയിം ഹാർഡനിങ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞത് ഫുൾ ഹാർഡനിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന ടെമ്പറേച്ചറിനേക്കാളും 50 ഡിഗ്രി സെൽഷ്യസോളം കൂടുതലായിരിക്കും. ഓക്കെ, ഇവിടെ വർക്ക് പീസ് ഈ നമ്മൾ ബാക്കിയുള്ളതിലൊക്കെ സോക്കിംഗ് ടൈം ഒരുപാട് എടുത്തു, കുറച്ച് സമയം അതേ ടെമ്പറേച്ചറിൽ നിർത്തിയിരുന്നു. പക്ഷേ ഇവിടെ വളരെ പെട്ടെന്നാണ് നമ്മൾ തണുപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഹാർഡനിങ് ടെമ്പറേച്ചർ കുറച്ച് സമയം മാത്രമേ നിൽക്കുന്നുള്ളൂ. സ്റ്റീൽസ് കാർബൺ കണ്ടൻറ്റ് 0.35% മുതൽ 0.7% വരെ കാർബൺ കണ്ടൻറ്റുള്ള സ്റ്റീലാണ് നമ്മൾ ഫ്ലെയിം ഹാർഡനിങ് വഴി കേസ് ഹാർഡനിങ് നടത്താറ്. രണ്ടാമത്തെ ഒരു ടൈപ്പ് മെത്തേഡും കൂടെ കാണിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് ഫ്ലെയിം ഹാർഡനിങ് തന്നെയാണ്, ഉപയോഗിക്കുന്ന ബേണർ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. ആദ്യത്തെ ഫിഗറിൽ ബേണർ വേറൊരു ടൈപ്പാണ്, ഇത് ഒരു റൗണ്ട് ഷേപ്പ്ഡ് ബേണറാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വാട്ടർ സ്പ്രേയും താഴെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഫ്ലെയിം ഹാർഡനിങ്. ഇനി ലാസ്റ്റ് ഇതിൽ വരുന്നതാണ്, കേസ് ഹാർഡനിങ്ങിൽ വരുന്നതാണ് ഇൻഡക്ഷൻ ഹാർഡനിങ് എന്ന് പറയുന്നത്. ഇൻഡക്ഷൻ ഹാർഡനിങ്, ഇൻഡക്ഷൻ കുക്കർ എല്ലായിടത്തും കേട്ടിട്ടുണ്ടാവും, നമ്മൾ കറണ്ടിന് വർക്ക് ചെയ്യുന്നതാണ്. സെയിം ഇവിടെയും ഉപയോഗിക്കുന്നത് അത് തന്നെയാണ്. ഒരു കോയിൽ, കറണ്ട് കടത്തി വിടുന്ന ഒരു കോയിൽ വർക്ക് പീസിന് ചുറ്റും വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇതിൽ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ, ആ കോയിലിലൂടെ നമ്മൾ ഹൈ ഫ്രീക്വൻസി കറണ്ട് പാസ് ചെയ്യും. അപ്പോൾ എത്ര ഫ്രീക്വൻസിയിലാണോ കറണ്ട് പാസ് ചെയ്യുന്നത്, ഏത് ഫ്രീക്വൻസിയുള്ള കറണ്ടാണോ പാസ് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ടാണ് എന്തുണ്ടാവുക, ഡെപ്ത് ഓഫ് പെനിട്രേഷൻ ഉണ്ടാവുക, ഹീറ്റിങ്ങിൻ്റെ പെനിട്രേഷൻ ഉണ്ടാവുക. അപ്പോൾ depth of penetration by heating becomes less as the frequency increases. ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ചിട്ട് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ കുറയും. അപ്പം അതിനൊരു കണക്ക് കാണിച്ചിട്ടുണ്ട്. ഹൈ ഫ്രീക്വൻസി കറണ്ടാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഡെപ്ത് ഓഫ് ഹാർഡനിങ് എന്ന് പറയുന്നത് 0.7 മില്ലിമീറ്റർ മുതൽ 1 മില്ലിമീറ്റർ വരെ ആയിരിക്കും. അതുപോലെ മീഡിയം ഫ്രീക്വൻസി കറണ്ടാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഡെപ്ത് ഓഫ് ഹാർഡനിങ് 1.5 മില്ലിമീറ്റർ ടു 2 മില്ലിമീറ്റർ ആയിരിക്കും. സ്പെഷ്യൽ സ്റ്റീൽസ്, ചില സ്പെഷ്യൽ സ്റ്റീൽസും അതുപോലെ അൺഅലോയ്ഡ് സ്റ്റീൽസ് വിത്ത് കാർബൺ കണ്ടൻറ്റ് 0.35%, 0.35% മുതൽ 0.7% വരെ കാർബൺ കണ്ടൻറ്റുള്ള അൺഅലോയ്ഡ് സ്റ്റീൽസും സ്പെഷ്യൽ സ്റ്റീൽസുമാണ് ഇൻഡക്ഷൻ ഹാർഡനിങ്ങിലൂടെ നമ്മൾ കേസ് ഹാർഡനിങ് നടത്തുന്നത്. ഈ ഇൻഡക്ഷൻ ഹാർഡനിങ് കഴിഞ്ഞതിന് ശേഷം സ്ട്രെസ് റിലീവിങ് എന്ന് പറഞ്ഞത് അത്യാവശ്യമാണ്, ഈസ് നെസസറി. സ്ട്രെസ് റിലീവിങ് ഈസ് നെസസറി. ഓക്കെ, ഇനി ഇൻഡക്ഷൻ ഹാർഡനിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഒന്ന്,
ഡെപ്ത് ഓഫ് ഹാർഡനിങ്, ഡിസ്റ്റോഷൻ ഇൻ വിഡ്ത്ത് ആൻഡ് ദ ടെമ്പറേച്ചർ ആർ ഈസിലി കൺട്രോളബിൾ. ഇതിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാം. കാരണം ഇതിലൂടെ കറണ്ടാണ് കടത്തിവിടുന്നത്. കറണ്ടിൻ്റെ ഫ്രീക്വൻസി കൺട്രോൾ ചെയ്യുന്നതിലൂടെ ഡെപ്ത് ഓഫ് ഹാർഡനിങ്ങും ഡിസ്ട്രിബ്യൂഷൻ ഇൻ വിഡ്ത്തും ടെമ്പറേച്ചറും നമുക്ക് കൺട്രോൾ ചെയ്യാം. ടൈം റിക്വയർഡ് ആൻഡ് ഡിസ്റ്റോഷൻ ഡ്യൂ ടു ഹാർഡനിങ് ആർ വെരി സ്മോൾ. ഇവിടെ എടുക്കുന്ന സമയവും അതുപോലെ തന്നെ ഡിസ്റ്റോഷനും വളരെ കുറവായിരിക്കും. ദി സർഫസ് റിമെയിൻസ് ഫ്രീ ഫ്രം സ്കെയിൽ. സർഫസിൽ സ്കെയിൽസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇറ്റ് ക്യാൻ ഈസിലി ബി ഇൻകോർപ്പറേറ്റഡ് ഇൻ മാസ് പ്രൊഡക്ഷൻ. മാസ് പ്രൊഡക്ഷൻ്റെ കേസിലും നമുക്ക് ഈ ഇൻഡക്ഷൻ ഹാർഡനിങ് എന്ന് പറഞ്ഞ കേസ് ഹാർഡനിങ് മെത്തേഡ് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേസ് ഹാർഡനിങ്ങിൻ്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. ഇനി ഇതിന് പുറമെ നമ്മൾ ഹൈ സ്പീഡ് സ്റ്റീലൊക്കെ ഉണ്ട്. ഹൈ സ്പീഡ് സ്റ്റീൽ, അതിലുള്ള ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഈ കാര്യങ്ങളും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹൈ സ്പീഡ് സ്റ്റീൽ. നമുക്കറിയാം മാക്സിമം ഹാർഡ്നെസ്, ഹൈ സ്പീഡ് സ്റ്റീലിൻ്റെ മാക്സിമം ഹാർഡ്നെസ് കിട്ടുന്നത് ഹൈ ടെമ്പറേച്ചറിൽ ടെമ്പറിങ് നടത്തുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കട്ടിംഗ് ടൂളായിട്ട് ഉപയോഗിക്കാം. ഏത് ടെമ്പറേച്ചർ വരെ? നമ്മൾ ടെമ്പറിങ് നടത്തുന്ന അത്രയും ടെമ്പറേച്ചറിൽ വരെ ഒരു കട്ടിംഗ് ടൂളായിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാൻ പറ്റും, ഹാർഡ്നെസ് നഷ്ടപ്പെടാതെ. അപ്പോൾ നമ്മൾ കട്ടിംഗ് ടൂളായിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ അവിടെ ടെമ്പറേച്ചർ, ഫ്രിക്ഷൻ കാരണമുള്ള ടെമ്പറേച്ചർ ഉണ്ടാവും. ആ ടെമ്പറേച്ചർ കൂടുമ്പോൾ ടൂൾ പോയിന്റിന് വേറെ മാറ്റങ്ങളൊന്നും വരുന്നില്ല. കാരണം ഹൈ ടെമ്പറേച്ചറിൽ നമ്മളിതിനെ ടെമ്പർ ചെയ്തതുകൊണ്ട് തന്നെ. അതുപോലെ ടൂൾ സ്റ്റീൽ ആർ ഓഫൺ അനീൽഡ് ഫോർ സോഫനിങ് ബിഫോർ മെഷീനിങ് ഓർ ഫോമിങ് ആൻഡ് ആൾസോ ഫോർ ഒബ്റ്റെയിനിങ് ഗ്രെയിൻ റിഫൈനിങ്. നമ്മളിതിനെ അനീൽ ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? മെഷീനിങ്ങിന് മുമ്പ് സോഫൻ ചെയ്യാനും അതുപോലെ തന്നെ ഫോമിങ്ങിനും അതുപോലെ ഗ്രെയിൻ റിഫൈൻമെൻറ്റ് ഒബ്റ്റെയിൻ ചെയ്യാനും നമ്മളിതിനെ അനീല് ചെയ്യാറുണ്ട്. ഇനി എന്താണ് അനീലിങ്ങിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ? അനീലിങ്ങിൽ ചെയ്യുന്നത് 4 മണിക്കൂർ നേരം വരെ നമ്മൾ 900 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യും. അതിനുശേഷം അതിനെ സ്ലോ ആയിട്ട് കൂൾ ചെയ്യും. എങ്ങനെ? 20 ഡിഗ്രി സെൽഷ്യസ് പെർ അവർ ടു 600 ഡിഗ്രി സെൽഷ്യസ്. അതായത് 900 ഡിഗ്രി സെൽഷ്യസ് നിന്ന് 600 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ മണിക്കൂറിൽ 20 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കുറയുന്ന രീതിയിൽ സ്ലോ ആയിട്ട് അതിനെ നമ്മൾ തണുപ്പിച്ചു കൊണ്ടുവരും. ദെൻ ബി കൂൾഡ് ടു റൂം ടെമ്പറേച്ചർ ഇൻ സ്റ്റിൽ എയർ. സ്റ്റിൽ എയറിൽ വെച്ചിട്ട് നമ്മൾ റൂം ടെമ്പറേച്ചറിലേക്ക് കൂൾ ചെയ്യും. ഇനി അനീലിംഗ് കഴിഞ്ഞാൽ വരുന്നതാണ് ഹാർഡനിങ്. ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹൈ സ്പീഡ് സ്റ്റീലിൽ ഹാർഡനിങ്. അതിന് ആദ്യം ചെയ്യുന്നത് 850 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ അതിനെ പ്രീ ഹീറ്റ് ചെയ്യും. നേരത്തെ നമ്മൾ ഹീറ്റ് ചെയ്ത് വെക്കും ടു പ്രിവെൻറ്റ് ക്രാക്കിംഗ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം 1250 ഡിഗ്രി സെൽഷ്യസ് വരെ സോൾട്ട് ബാത്തിൽ വെച്ചിട്ട് റാപ്പിഡായിട്ട് ഹീറ്റ് ചെയ്യും. ഏത് ടൈപ്പ് അലോയി ആണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ട്. അതിനുശേഷം അതിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എയർ ബ്ലാസ്റ്റ് അല്ലെങ്കിൽ ഓയിലാണ്. എയറോ അല്ലെങ്കിൽ ഓയിലോ ഉപയോഗിച്ചിട്ട് തണുപ്പിക്കും. ഇനി ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഡബിൾ ചേംബർ മഫിൽ ഫർണസ് ഒക്കെ ഉപയോഗിക്കും. ഇത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ പ്രോസസ്സിന് വേണ്ടിയിട്ട് 3 ടൈപ്പ് ഫർണസുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്ന് ഡബിൾ ചേംബർ മഫിൽ ഫർണസ് ആണ്. അതുപോലെ സോൾട്ട് ബാത്ത് ഫർണസ് ഉണ്ട്. അതുപോലെ സോൾട്ട് ബാത്ത് ഫർണസ് ഇലക്ട്രിക്കലി ഹീറ്റഡ് ആയിട്ടുള്ള സോൾട്ട് ബാത്ത് ഫർണസ്. ഇങ്ങനത്തെ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിലെ ഹാർഡനിങ് പ്രോസസ്സ് ചെയ്യുന്നത്, ഈ ടൈപ്പ് ഫർണസുകൾ വെച്ചിട്ട്. ഇനി അതിനുശേഷം നമ്മൾ ഇത്രയും പ്രോസസ്സുകൾ അനീലിംഗ് കഴിഞ്ഞു, ഹാർഡനിങ് കഴിഞ്ഞു. അതിനുശേഷം സെക്കൻഡറി ഹാർഡനിങ് ഉണ്ട്. നമ്മൾ പറഞ്ഞ ടെമ്പറിങ്. അത് ചെയ്യുന്നത് ടു ഇൻക്രീസ് ടഫ്നെസ്. അത് ചെയ്യുന്നതിലൂടെ അതിൻ്റെ ടഫ്നെസ് കൂടും. അതുപോലെ തന്നെ ഇൻക്രീസസ് ഹാർഡ്നെസ് കൂടും. അതുപോലെ സെക്കൻഡറി ഹാർഡനിങ് ചെയ്യുന്നതിലൂടെ ആ സ്റ്റീല് ഹയർ ടെമ്പറേച്ചറിൽ പ്ലെയിൻ കാർബൺ ടൂൾ സ്റ്റീലിനേക്കാളും 10 മടങ്ങ് എഫക്റ്റീവായിട്ട് ഹയർ ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യാൻ ആ സ്റ്റീലിനെ പ്രാപ്തമാക്കും ഈ സെക്കൻഡറി
ഹാർഡനിങ്. അപ്പോൾ ഇത്രയും പറഞ്ഞത് ഫെറസ് മെറ്റീരിയൽസിനെ കുറിച്ചാണ്, അയേൺ കണ്ടന്റ് ഉള്ളത്. ഇതുപോലെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്, നോൺ ഫെറസ് മെറ്റൽസിൻ്റെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ജസ്റ്റ് 1-2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അതും കൂടെ നോക്കാം. ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഓഫ് നോൺ ഫെറസ് മെറ്റൽസ്. ഇപ്പോൾ അനീലിംഗ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നോൺ ഫെറസ് മെറ്റൽസ് ക്യാൻ ബി സോഫൻഡ് ബൈ ഹീറ്റിംഗ് ആൻഡ് അലോയിങ് ടു കൂൾ. നോൺ ഫെറസ് മെറ്റൽസും നമുക്ക് സോഫൻ ചെയ്യാം. എങ്ങനെ? ചൂടാക്കുക, അതുപോലെ തണുപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ. ഇത് നമുക്ക് ദേ കനോട്ട് ബി ഹാർഡൻഡ് ബൈ റാപ്പിഡ് കൂളിംഗ്. റേറ്റ് ഓഫ് കൂളിംഗ് ഈസ് അൺഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മൾ പെട്ടെന്ന് കൂൾ ചെയ്യുന്നതോട് കൂടിയിട്ട് ഇതിൻ്റെ ഹാർഡൻ ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം ഇത് നോൺ ഫെറസ് മെറ്റലാണ്. അതുകൊണ്ട് തന്നെ കൂളിംഗ് റേറ്റിന് ഇവിടെ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. ഈ കോപ്പർ കമ്പോണൻസ് ഉള്ള മെറ്റീരിയൽസ് ആണെങ്കിൽ നമ്മൾ സാധാരണ വെള്ളത്തിൽ വെച്ചിട്ടാണ് ക്വെഞ്ച് ചെയ്യാറ്. It saves time, also cleans black oxide film from the surface of the components because of the rapid contraction. ഇവിടെ ഇത് വളരെയധികം ടൈം ലാഭിക്കുന്നതാണ്. അതുപോലെ ചെയ്യുന്നതിലൂടെ ബ്ലാക്ക് ഓക്സൈഡ് ഫിലിം ഉണ്ടാവും. നമ്മൾ ഈ പ്രോസസ്സൊക്കെ ചെയ്യുമ്പോൾ ഓക്സൈഡ് ഫിലിം അതിൻ്റെ മുകളിലുണ്ടാവും. അതൊക്കെ റിമൂവ് ചെയ്യാൻ റാപ്പിഡായിട്ട് പെട്ടെന്ന് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷനും കോൺട്രാക്ഷനും കേട്ടിട്ടില്ലേ? അപ്പോൾ പെട്ടെന്നുള്ള കോൺട്രാക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ആ റാപ്പിഡ് ബ്ലാക്ക് ഓക്സൈഡ് ഫിലിമിനെ റിമൂവ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. ദെൻ ഹാർഡനിങ്. മോസ്റ്റ് നോൺ ഫെറസ് മെറ്റൽസ് ആർ ഹാർഡൻഡ് ബൈ കോൾഡ് വർക്കിംഗ് ഉപയോഗിച്ചിട്ടാണ് ഒട്ടുമിക്ക നോൺ ഫെറസ് മെറ്റൽസും ഹാർഡൻ ചെയ്യാറ്. മെറ്റൽ സ്റ്റാർട്ട്സ് ടു വർക്ക് ഹാർഡൻ ആസ് ഇറ്റ് ഈസ് ബീറ്റൺ ടു ഷേപ്പ്. അത് നോൺ ഫെറസ് മെറ്റൽസ് ആകുമ്പോൾ മാക്സിമം നമ്മൾ അടിച്ച് ഷേപ്പ് ആക്കുന്നതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ഹാർഡ്നെസ്സിൽ മാറ്റം വരിക. ഇറ്റ് മസ്റ്റ് ബി അനീൽഡ് ഫ്രം ടൈം ടു പ്രിവെൻറ്റ് ഇറ്റ് ഫ്രം ക്രാക്കിംഗ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് എന്ത് ചെയ്യണം? അനീലിംഗ് നടത്തിക്കൊണ്ടിരിക്കണം, അതിന് പൊട്ടലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയുമാണ് നോൺ ഫെറസ് മെറ്റൽസിൻ്റെ, ജസ്റ്റ് ഒന്ന് അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് പ്രോസസ്സസ്, അതിൽ അനീലിംഗ്, നോർമലൈസിങ്, ഹാർഡനിങ്, ടെമ്പറിങ്, അതുപോലെ സർഫസ് ഹാർഡനിങ് മെത്തേഡ്സും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി പറഞ്ഞ പോലെ തന്നെ 2-3 ടൈപ്പായിട്ട്, ഇപ്പോൾ ലാസ്റ്റ് പറയേണ്ടതല്ല, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്തൊരു ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.